കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ഉരുവും നീ നിനയരുതേ. ആരും മരുവിൽ ഒരു തുണയില്ലെന്ന് ഒരു ഉരുവും നീ നിനയരുതേ. ഒരു പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. ഒരു പോയി വരുമെന്നുരച്ചോൻ കരുതിയതെല്ലാം നിനക്കല്ലയോ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. നാടും വീടും കൂടുള്ളോർ വേടിയും ഇടുക്കമിപ്പാത കടന്നിടണം. നാടും വീടും കൂടുള്ളോർ വേടിയും ഇടുക്കമിപ്പാത കടന്നിടണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെ നീ സഹിച്ചിടണം. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കറവാട്ടം കളങ്കം മാലിന്യമെന്നെ നിറതേജസ്സോടെ മുൻനിർത്തിടാൻ. കറവാട്ടം കളങ്കം മാലിന്യമെന്നെ നിറതേജസ്സോടെ മുൻനിർത്തിടാൻ. പാറയ പ്രിയൻ നിനക്കായി പിളർന്ന മറവിൽ നീരുന്നു പൂർണ്ണയാഗ. പാറയ പ്രിയൻ നിനക്കായി പിളർന്ന മറവിൽ നീരുന്ന് പൂർണ്ണയാഗ. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. ഇഹ പരമഹിമ അഖിലവുമൻപായി സഹജെ നിനക്കായി കരുതിയവൻ. ഇഹ പരമഹിമ അഖിലവുമൻപായി സഹജെ നിനക്കായി കരുതിയവൻ. കാഹളനാദം ശ്രവിക്കെ നീ പറക്കും മോഹന നിമിഷം ആസന്നമായി. കാഹളനാദം ശ്രവിക്കെ നീ പറക്കും മോഹന നിമിഷം ആഗതമായി. കുറുകി ഞരങ്ങി കാത്തിരിക്കും കുറുമ്പ്രാവേ നിൻ ഇണവരാറായി. കുറുകി ഞരങ്ങി
കാത്തിരിക്കും കുറുപ്രാവേ നിൻ ഇണവരാറായി. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കണ്ടുമുട്ടി കർത്താവിൻ്റെ അടുക്കൽ വന്ന ഓരോ മക്കളെയും കുറിച്ചും കർത്താവിന് ഒരുപാട് ലക്ഷ്യങ്ങളും ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ മക്കളെക്കുറിച്ച് നമുക്ക് ആഗ്രഹമുള്ളതുപോലെ സ്തോത്രം ദൈവത്തിനും നമ്മളെക്കുറിച്ച് ഒരുപാട് ആഗ്രഹങ്ങളും പദ്ധതികളുമുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വിശേഷപ്പെട്ട ഒരു ജാതിയാണ്. ഹല്ലേലൂയ. ഇതുപോലൊരു ജാതിയില്ല. ആമേൻ. നമ്മൾ വിശേഷപ്പെട്ട ഒരു ഇനമാണ്. ആരാണ്? കർത്താവിൻ്റെ മക്കൾ. വിശേഷതയുള്ള മക്കളാണ്. ഹല്ലേലൂയ. സ്തോത്രം. ജാതികളോട് ഇടകലരാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മക്കൾ മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ യഥാർത്ഥമായിട്ട് ആരാധിക്കുന്ന ഒരു പൈതലിന് ജാതികളുമായിട്ടുള്ള ഒരു ഇടകലർച്ചയില്ല. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവിനായിട്ട് ജീവിക്കുമ്പോൾ കർത്താവിന് നമ്മളെക്കുറിച്ച് ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതാണ്? ഉത്തമഗീതത്തിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്തു? ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. അവസാനം 3 കാര്യങ്ങളിൽ നിർത്തിയല്ലേ? എന്താ നിർത്തിയേ? 1 സ്തോത്രം ശലോമോൻ. ആരാണ്? ആൾക്കാരെല്ലാവരും കൂടെ രാജാവാക്കിയതാണ്. ആരെ? ശലോമോൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് ജനിച്ച ഉടനെ രാജാവായത്. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിനകത്ത് നോക്കിയാൽ മനുഷ്യനായിട്ട് യേശുക്രിസ്തു അല്ലാതെ വേറെ ആരും അങ്ങനെ രാജാവായി പിറന്നിട്ടില്ല. ശലോമോനെ ജനങ്ങളെല്ലാം കൂടെ രാജാവാക്കിയതാണ്. ദൈവത്തിന് സ്തോത്രം. അത് ജനിച്ച് സ്തോത്രം വലുതായ ശേഷം രാജാവാക്കിയതാണ്. അതുപോലെ അനേകർ ജനിച്ച ശേഷം ചില വർഷങ്ങൾക്ക് ശേഷം രാജാവായവരുണ്ട്. പക്ഷെ ജനനം കൊണ്ടേ രാജാവായതാരാണ്? യേശുക്രിസ്തു. ഹല്ലേലൂയ. യേശുക്രിസ്തു മാറാത്ത പൗരോഹിത്യമുള്ളവനാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, സ്തോത്രം. അസാധാരണമായൊരു നക്ഷത്രം കണ്ടു. അസാധാരണമായൊരു നക്ഷത്രം. എന്തോന്ന്? അസാധാരണമായൊരു നക്ഷത്രം കണ്ടു. ഹല്ലേലൂയ. സാധാരണ നക്ഷത്രമല്ല. വനനിരീക്ഷകർ നോക്കി, ഇതുവരെ കണ്ടൊരു നക്ഷത്രമല്ലല്ലോ. ഈ നക്ഷത്രത്തിൽ ഒരു രാജാവ് ജനിക്കണം. ആമേൻ. രാജാവാണ് വരേണ്ടത്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൂടെയുള്ള ഒരാൾ പറഞ്ഞു, നാട്ടിൽ ഒരാൾ പറഞ്ഞു, വാനനിരീക്ഷണങ്ങളിൽ ഒരാൾ പറഞ്ഞു, നിരീക്ഷകരിൽ ഒരാൾ പറഞ്ഞു ഇത് രാജാവായി പിറക്കണം. വേറൊരാൾ പറഞ്ഞു ഇല്ല, ഇതാരായി പിറക്കണം? പുരോഹിതനായി പിറക്കണം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇല്ല, പ്രവാചകനായി പിറക്കണം. രാജാവായി, പുരോഹിതനായി, പ്രവാചകനായി. 3 പേരും 3 രീതിയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് മൂര്, പൊന്ന്, കുന്തിരിക്കം. ആമേൻ. വിശേഷപ്പെട്ട നക്ഷത്രം. ഈ നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ സത്യം അറിയാൻ നക്ഷത്രം ഇടയന്മാർക്ക് വഴികാട്ടിയായി. ആമേൻ. ഈ നക്ഷത്ര ഇടയന്മാർക്ക് വഴികാട്ടിയായി ചെന്ന് നിന്ന് നോക്കിയപ്പോൾ അതിൻ്റെ കീഴെ ആമേൻ ആര് ശീലകൾ ചുറ്റി ഇതാ പശുത്തൊട്ടിയിൽ ഒരുവൻ കിടത്തിയിരിക്കുന്നു. ആരെ? യേശുക്രിസ്തുവിനെ. യേശുവിൻ്റെ അടുക്കൽ ഇവരെല്ലാവരും കൂടെ വന്ന് മൂര്, പൊന്ന്, കുന്തിരിക്കം. എന്തുകൊണ്ട്? അതിലൊരാൾ കണ്ടത് അത് ഒരു രാജാവ് പിറക്കണം. നക്ഷത്രത്തെ കണ്ടപ്പോൾ ഇത് സാധാരണ നക്ഷത്രമല്ല, അസാധാരണ നക്ഷത്രമാണ്. 2 സ്തോത്രം, ഇത് ഒരു പുരോഹിതനായി പിറക്കുന്നവനാണ്. അടുത്തില്ല, ഒരു പ്രവാചകനായി പിറക്കുന്നവനാണ്. ഞാൻ പറയട്ടെ, യേശു പുരോഹിതനാണ്, യേശു പ്രവാചകനാണ്, യേശു ജനനത്തിലെ രാജാവാണ്, ജനനത്തിലെ പുരോഹിതനാണ്, ജനനത്തിലെ പ്രവാചകനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി എൻ്റെ അപ്പൻ്റെ യോഗ്യത? ഹല്ലേലൂയ. യോഗ്യതയുള്ളവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അയോഗ്യനല്ല നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ ആരെയാ? സകലത്തെയും ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ സ്തോത്രം. ആ സഹോദരി പറഞ്ഞു, എൻ്റെ മണവാളനുണ്ടല്ലോ, ആമേൻ, രാജാവായി പിറന്നവനാണ്. ആരും രാജാവാക്കിയതല്ല, പിറന്നപ്പോഴേ രാജാവാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതനെ, ഉത്തമഗീതമാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതെങ്കിൽ അതിൻ്റെ മുമ്പത്തെ ആഴ്ച ചിന്തിച്ച ആര് പറയും? അതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ചിന്തിച്ച ആര് പറയും? വാഴ്ചകൾ, അധികാരങ്ങൾ, അത് എഫേസ്യറിലെ അടുത്ത് മോശയുടെ എടുക്കലാ. കണ്ടോ, കഴിഞ്ഞ ആഴ്ച കൂടെ പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ ഓർമ്മ വന്നു. കുറച്ചുകൂടെ അടുത്ത് പ്രിയൻ്റെ മാർവിൽ ചാരിക്കൊണ്ട് വരുന്നോരിവൾ സ്തോത്രം. നമ്മളെ ആരോട് ഉപമിക്കേണ്ടു? പറവോൻ്റെ രഥത്തിന് കെട്ടുന്ന പെൺ കുതിരയോട് ഉപമിച്ചു അല്ലേ? ഹല്ലേലൂയ. അവൾ തളരത്തില്ല, അവർ വീഴത്തില്ല, അവൾ അന്ത്യം വരെയും. എങ്ങനെ? പ്രതികൂലം കണ്ടാലും, പ്രശ്നം കണ്ടാലും, പ്രതിസന്ധി കണ്ടാലും വീണു പോകത്തില്ല. പിന്മാറാതെ, ഞാൻ മാറാതെ, പിന്മാറാതെ,
ഞാൻ മാറാതെ. ഇന്ന് മുഴുവൻ ലോകത്തിലും ഒരുപാട് വിശുദ്ധന്മാർ, ഒരുപാട് മക്കൾ. പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, പ്രതികൂലങ്ങളുണ്ട്, ബൈബിൾ നോക്കിയാലും ഉണ്ട്. അതുപോലെ ഇന്നുമുണ്ട്, പ്രതികൂലമുണ്ട്, പ്രശ്നമുണ്ട്, പ്രതിസന്ധിയുണ്ട്. എന്നിട്ടും പിന്മാറാതെ അപ്പൻ്റെ പുറകെ നടക്കുന്ന, അപ്പൻ്റെ കൂടെ നടക്കുന്ന, അപ്പനിൽ ജീവിക്കുന്ന ഒരുപാട് വിശുദ്ധന്മാരുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി മാറിയാൽ എനിക്കും നിങ്ങൾക്കൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. ആമേൻ. എല്ലാവരും പോലെ അല്ല, എല്ലാവരും പോലെ അല്ല, നമുക്കൊരു വ്യത്യാസം വരും. സ്തോത്രം. അങ്ങനെയുള്ളവരായിരുന്നു ഹല്ലേലൂയ. അവർ സ്തോത്രം തെസ്സലോനിക്കരുടെ ലേഖനം വായിക്കുമ്പോൾ, 1 തെസ്സലോനിക്കരുടെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം വായിക്കുമ്പോൾ തെസ്സലോനിക്ക സഭയിലെ വിശേഷതകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നു. തെസ്സലോനിക്ക സഭയ്ക്ക് ഒരുപാട് വിശേഷതകളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതിലൊരു വിശേഷത 1 തെസ്സലോനിക്കർ 1:8. തെസ്സലോനിക്കർക്ക് അപ്പോസ്തലനാകുന്ന പൗലോസ് എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം വായിക്കാം. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോനിയയിലും അഗായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കും. കണ്ടോ, അവരുടെ വിശ്വാസം എല്ലായിടം പ്രസിദ്ധമായി. ഒന്നെന്തോന്നാ അവരുടെ പ്രത്യേകത? അവരുടെ വിശ്വാസം. ആരിലുള്ള വിശ്വാസം? യേശുവിലുള്ള വിശ്വാസം. എല്ലായിടത്തും ഒരു ദൈവ പൈതലാകുന്ന എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും എൻ്റെ ദൈവത്തിൻ്റെ ആഗ്രഹം തളർന്നു പോകണമെന്നല്ല, വിശ്വാസം ഓരോ സെക്കൻഡും വർദ്ധിക്കണം. ഹല്ലേലൂയ, ആമേൻ. വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നും ഒരു മണവാട്ടിക്ക് തിരിഞ്ഞും പിരിഞ്ഞു നോക്കാനില്ല. അവരെപ്പോഴും വിശ്വസ്തരായിരിക്കും. പ്രതികൂലങ്ങളായിരിക്കാം, പ്രശ്നങ്ങളായിരിക്കാം, എന്നാൽ വില കൊടുക്കേണ്ടതിന് അവർ വില കൊടുക്കും. സ്തോത്രം. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, പാപത്തിന് ആരെങ്കിലും രോഗം വരാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഉണ്ട്? കരം ഉയർത്തിക്കുക. രോഗം വരാൻ ആഗ്രഹിക്കുന്നവർ, രോഗം വരാൻ ആഗ്രഹിക്കുന്നവർ, എന്തെങ്കിലും ഒരു അസുഖം വന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആർക്കും? ഒറ്റ മനുഷ്യർ ഇല്ല. ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളതുകൊണ്ട് എന്തൊക്കെ കുടിക്കൂല? സോഡ തീരെ നിവൃത്തിയില്ലെങ്കിലേ ശകലം അത് അസിഡിറ്റി അത്രയ്ക്ക് ഒരു നിർവാഹമില്ലെങ്കിൽ മാത്രം ഒരു ശകലം ഒരു അടപ്പിൽ കുടിക്കുന്ന, എൻ്റെ കാര്യമാണ് പറഞ്ഞേ, നിവൃത്തിയില്ലെങ്കിലേ ശകലം കുടിക്കുകയുള്ളൂ. പിന്നെ കളറ് വെള്ളങ്ങളൊന്നും അങ്ങനെ കുടിക്കാറില്ല. എന്താ കുടിക്കാത്ത കുഴപ്പങ്ങൾ? ഇന്ന കാര്യങ്ങൾ, ഒരുമാതിരിപ്പെട്ട ആഹാരങ്ങളൊന്നും ഇന്നതിൽ കുഴപ്പങ്ങൾ, അതുകൊണ്ടൊന്നും എന്താണ് അതിൻ്റെ അർത്ഥം? ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്താ? അസുഖം വരും. പക്ഷെ പാപത്തെ ഇതുപോലെ കാണുന്ന എത്രയുണ്ട്? പാപത്തെ ഇതുപോലെ കാണുന്ന. സ്വന്തം എന്നിലൊരു പാപം വരാൻ ഞാൻ അനുവാദം കൊടുക്കത്തില്ല. ഒരു ദൈവവിരുദ്ധാണ്. നമ്മളിൽ പാപം വരാൻ ഒരു അനുവാദം കൊടുക്കയില്ല. ജീസസ്. പാപത്തെ പാപമായി കാണാൻ, അത് ഒരു രോഗത്തെക്കാളും വലുതാണെന്ന്. പാപമെന്ന രോഗം ശരീരത്തിൽ, മനുഷ്യൻ്റെ ശരീരത്തിൽ വരുന്ന രോഗത്തെക്കാളും വലുതാണെന്നുണ്ട് പാപമെന്ന രോഗം. മദ്യമെന്ന രോഗം വന്നാൽ അതൊരു പാപമാണ്. ആ രോഗം വന്നാൽ വെട്ടിക്കൊല്ലും പലരെയും. ചിലപ്പോൾ അത് സുബോധം നഷ്ടപ്പെട്ട് എത്ര പേരെ കൊന്നു കഴിഞ്ഞ ദിവസം? പലയിടത്തും, പല സ്ഥലങ്ങളിലും. അപ്പം ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. യേശുവിൻ്റെ വരവ് ബാധിക്കൽ. അത്രയ്ക്ക് കേട്ടോണ്ടിരിക്കുക, അത്രയ്ക്ക്. കാരണം മദ്യം, ലഹരി വസ്തു ഇന്ന് അനേകരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാറുണ്ടോ? ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ടോ? മദ്യം ഉപയോഗിക്കുന്നുണ്ടോ? അവരാരോടാണ് കൂട്ട്? അവരെ കൂട്ടിൽ അവരെങ്ങനെയാണ് പോകുന്നത്? അവരിത് കയ്യിൽ വാങ്ങുന്നുണ്ടോ? ഞാൻ പറയാം, 2-3 പേർ ഒരുമിച്ച് പോയെന്ന് വെച്ചോ, അതിൽ ഒരാൾ സ്തോത്രം യേശുവിനെ ആരാധിക്കുന്ന ആളായിരിക്കും. പക്ഷെ മറ്റവർ 2 പേരിൽ ആരെങ്കിലും ഒന്ന് ഇവിടെ ഒരു കൂള് കയറ്റി വെച്ചിരിക്കുന്നതോ, ഒരു ഷമ്പു കയറ്റി വെച്ചിരിക്കുന്നതോ, പാക്കറ്റിലൊരു കവറ്, എന്തെങ്കിലും ഒരുപാട് പേരുണ്ടല്ലോ, എന്തെങ്കിലും ഒന്ന് തിരികെ കയറ്റിയത് കണ്ടാൽ കൂടെ പോകുന്ന കൂട്ടുകാരനും എന്ത് ചെയ്യും? ഉപയോഗിക്കാത്ത അവനും പിറ്റേന്ന് രാവിലെ എങ്ങനെ അടുത്ത് അപ്പനും അമ്മയും അറിയാതെ ഇരിക്കും. വീട്ടിൽ വന്ന് അവരെ അപ്പനെയും അമ്മയും പാവപ്പെട്ട വയസ്സ് എന്ന കാലത്ത് അവരെയും കിടക്കാൻ സമ്മതിക്കാതെ അവരെയും പോലീസ് അവിടെ കൊണ്ടുപോകും. ഒരു ആൾ കാണിക്കുന്നതാണ് അപ്പനെയും അമ്മയും കൂടെ തൂക്കി. നമ്മൾ കൂടെ പോയതാ, ഉപയോഗിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ തലമുറകൾ കൂടുന്ന കൂട്ട് ആരോടാണെന്ന്
നമ്മൾ തിരിച്ചറിയണം. നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെ തിരുത്തുകയും ഉപദേശിക്കുകയും. ഞാൻ സമാധാനം ഉണ്ടെങ്കിൽ അതിലപ്പുറം ഒന്നും, ബാക്കിയെല്ലാം ദൈവം ചെയ്തോളും. സ്വത്രം നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് ശിക്ഷ കൊടുക്കാൻ പറ്റുന്നില്ല. ശിക്ഷിച്ച് വളർത്തേണ്ട കാര്യത്തിന് എന്ത് ചെയ്യണം? ശിക്ഷിച്ച് തന്നെ വളർത്തണം. ശിക്ഷ കൊടുക്കേണ്ടതിന് ശിക്ഷിച്ച് തന്നെ എന്ത് ചെയ്യണം? സ്വത്രം മുളയിലെ എല്ലാം നുള്ളിക്കളയാം. മുളയിലെ വളരാൻ വിട്ടാൽ അത് പിന്നെ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അടിക്കണമെന്നല്ല. കൊടുക്കേണ്ട ഉപദേശം അവർക്ക് കൊടുത്ത് അവരെ നിയന്ത്രിച്ച് അവരെ കൂട്ടുനോക്കി ദൈവം നമുക്ക് ഏൽപ്പിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ ദൈവിക കാര്യത്തിന് പ്രധാനപ്പെട്ട പ്രാധാന്യം കൊടുത്ത് അവരെ ദൈവമായിട്ട് ബന്ധപ്പെടാനിരുത്തി അവരെ ദൈവത്തിന് ഇപ്പം നമ്മൾ വില കൽപ്പിക്കേണ്ടതിന് എന്ത് ചെയ്യണം? വില കൽപ്പിക്കണം. കൊടുക്കേണ്ടടുത്ത് കൊടുക്കേണ്ട സ്ഥാനം കൊടുത്ത് സ്വത്രം. ഒരു ദിവസം എന്നും അർത്ഥം ഞാൻ പറയും, നിങ്ങൾ എത്ര പേർ ഗ്രഹിക്കുമെന്ന് എനിക്കറിഞ്ഞൂടെ. എനിക്കൊന്നറിയാം, യേശു വാദിക്കലാണ്. ഏത് മനുഷ്യരെയും ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്ന മക്കളെ തെറ്റിക്കാൻ, അവരുടെ കുടുംബത്തെ തെറ്റിക്കാൻ കൂട്ടുകൂടി 5 പേരും ആ കുഞ്ഞ് രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ എല്ലായിടം നോക്ക്, എല്ലാ പത്രത്തിൽ നോക്ക്, എല്ലാ വാർത്താ മാധ്യമത്തിൽ നോക്ക്, ഇതേ ഉള്ളൂ. വചനം പറയുന്നു ഇത് ദുഷ്കാലം. വചനം പറയുന്നു ദുഷ്കാലം. എന്ത് സംഭവിക്കുന്ന കാലം? ഏത് വൃദ്ധന്മാരെ തെറ്റിക്കുന്ന കാലം. സ്വത്രം. ഇന്ന് പ്രവാചകന്മാർ മുഴുവനും വിളിച്ചു പറയുന്നു യേശുവിൻ്റെ വരവെടുത്തതാണ് ഈ തെളിവ്. കാര്യങ്ങളെല്ലാം നടക്കുന്നത്. വേദപുസ്തകം യേശുക്രിസ്തു വിളിച്ചു പറയുന്നു വരാറായി. ദൈവത്തിന് സ്വത്രം. അപ്പോൾ അത്രയും സഭ എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ഒരുങ്ങണം. നമ്മുടെ തലമുറകൾ അതിനായിട്ട് ഒരുക്കണം. അവരെ ദൈവനാമത്തിന് ഇരുത്തണം. അവരെ ദൈവമായിട്ട് ബന്ധപ്പെടുത്തണം. ഭവനത്തിനകത്ത് പ്രാർത്ഥനകളും ആരാധനകളും ഉയരട്ടെ, ദൈവിക വചനങ്ങൾ ഉയരട്ടെ. മാർക്ക് നല്ലതാ. യേശുവിനെയും കൂടെ യേശുവിലാണ് ജീവിച്ച് മാർക്ക് വാങ്ങിയാൽ ഓക്കെ. ഇല്ല എങ്കിൽ ഈ കുഞ്ഞിൻ്റെ മാർക്ക് ഈ കുഞ്ഞിനെ രക്ഷിക്കത്തില്ല. പിന്നത്തേതിൽ ഇതുകൊണ്ടൊരു നേട്ടവും ഇല്ലാതായി പോകും. കരയാനേ നേരം വരൂ. അപ്പനും അമ്മയ്ക്കും കരയാനേ നേരം വരൂ. അവരും ജയിലിൽ നിന്ന് അറിയാം അപ്പുറത്തും ഓടാനേ നേരം വരൂ. കാരണം കൂട്ടുകെട്ടുകൾ കുടുങ്ങി പലയിടത്തും തകരുവാനിടയായി തീരും. ഇന്ന് ഞാൻ പറയാം സ്വത്രം, വ്യക്തവും ശക്തമായി പറയട്ടെ, നമ്മുടെ ഒരു രോഗവും നമ്മുടെ ശരീരത്തിൽ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുന്നത് പോലെ പാപം നമ്മളിൽ വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. സ്വത്രം, നമ്മളുടെ ജീവിതത്തിനകത്തുള്ള കുറവുകൾ കണ്ടായിരിക്കും നമ്മുടെ മക്കൾ അതുപോലെ വളരുന്നത്. സ്തോത്രം. അതുകൊണ്ട് നമ്മളെ തന്നെ ദൈവകരങ്ങൾ കൊടുത്തിട്ട് നമ്മളെ കുഞ്ഞുങ്ങളെയും കൂടെ ഇരുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവം തരുന്ന അവസരങ്ങളൊന്നും പാഴാക്കാതെ അപ്പൻ്റെ മഹത്വമായി മാറണം. എൻ്റെ ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ വീണുപോകല്ല്, പ്രാർത്ഥന കുറയരുത്, ആരാധന കുറയല്ല്, വചനം വായന കുറയല്ല്, ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ കുറയരുത്, ദൈവമായിട്ടുള്ളത് ഒന്നും കുറയരുത്. ഓരോ സെക്കൻഡ് പ്രാർത്ഥനയോടെ, ആരാധനയോടെ, ദൈവഭയത്തോടെ, ദൈവത്തിൻ്റെ കൃപയോടെ വേണം മുന്നോട്ട് പോകാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഒരാഴ്ച കൊണ്ട് ഈ ഒരു വരി ഇവിടെ പറയണമെന്നും കർത്താവിൻ്റെ ആത്മാവ് വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാനിവിടെ പറയാൻ കാരണം. നമ്മുടെ സഭയെ പറഞ്ഞ എല്ലാ കുഞ്ഞുങ്ങളെയും നിങ്ങൾ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം. രക്ഷകർത്താക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ദൈവവചനം പഠിപ്പിക്കണം. 2 സ്തോത്രം, നിങ്ങൾ സൂക്ഷിക്കണം. ക്ലാസ്സിൽ പോകുമ്പോൾ സൂക്ഷിക്കണം. വീട്ടിനകത്ത് അവരെ കയ്യിൽ മൊബൈൽ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം. അവരെന്തൊക്കെയാണ് കാണുന്നതെന്ന് ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഹല്ലേലൂയ. പഠിക്കാനാണ് ഇരിക്കുന്നതെന്ന് പറയും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ അവരുടെ ജീവിതത്തിനകത്ത് പല കുഴപ്പങ്ങളും വരും. ദൈവത്തിന് മകത്ത് അവർക്ക് അറിവില്ലാതെയും വരും, അറിഞ്ഞുകൊണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. അപ്പനെയും അമ്മയും പറ്റിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എല്ലാം ആയി, അവരാരും അറിഞ്ഞില്ലല്ലോ, അവരാരും കണ്ടില്ലല്ലോ, എന്തെല്ലാം പറ്റിക്കാൻ പറ്റുമെന്നറിയാമോ, ഏതെല്ലാം രീതിയിൽ പറ്റിക്കാൻ പറ്റുമെന്നറിയാമോ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഒരു അപ്പനും അമ്മയും സ്നേഹത്തോടെ കൃപയോടെ വളർത്തുന്ന മക്കൾ അപ്പനെ അമ്മയും പറ്റിച്ചാൽ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വചനത്തിലേക്ക് പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ കർത്താവിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നല്ല രീതിയിലാണ് എന്ത് ചെയ്തത്, സൃഷ്ടിച്ചത്. അപ്പോൾ ആ രൂപവും സാദൃശ്യവും ദൈവം തന്നതാണ്, ക്രിസ്തുവിൻ്റെതാണ്. കർത്താവിനെ പോലെ നമ്മൾ ആക്കിയിരിക്കുന്നു. അതിനൊന്നും കളഞ്ഞു കുളിക്കാതെ അതിന് വിലയുള്ളതായി കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവം എന്നിൽ വസിക്കുന്നെന്ന് ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും കർത്താവിനെ ആരാധിക്കാൻ. ഒരു കുരുടനായ മനുഷ്യൻ, നിങ്ങൾ അപ്പനെ അമ്മയും പറ്റിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? അപ്പനെ അമ്മയും പറ്റിക്കുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? അപ്പനെ അമ്മയും അകത്തിരുന്ന് മുറിക്കകത്തിരുന്നു, അവരാരും കണ്ടില്ല. നൈസിലെ സ്തോത്രം. ഒരു വഴിയരികെ ഒരു കുരുടൻ ഇരിക്കുക, 2 കണ്ണും കാഴ്ചയില്ല. അയാൾ ഒരു ഓട്ടപാത്രം കൊണ്ട് ഇങ്ങനെ വെള്ളം തരണേ വെള്ളം തരണേ വെള്ളം തരണേ ഇങ്ങനെ ഇരിക്കുകയാണ്. 2 കണ്ണും കാഴ്ചയില്ല. മുഷിഞ്ഞ വേഷത്തോടെ അയാൾ ഇരിക്കുകയാണ്. നിങ്ങൾ ഒരു സഹോദരൻ, ഒരു വ്യക്തിയെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ, അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇരിക്കുകയാണ്. അയാൾ കുറച്ച് നേരം കുലുക്കി ഇരുന്നിട്ട് താഴെ വെച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ അവിടെ തൊട്ടിപ്പുറത്ത് കാത്ത് നിൽക്കുകയായിരുന്നു കുരുടൻ്റെ അടുത്ത്. കുരുടൻ കണ്ണ് കാഴ്ചയില്ലല്ലോ. ഇടുന്നവരെല്ലാം ഇട്ടിട്ട് അങ്ങ് പോയി.
പോയപ്പോൾ പാവത്തിൻ്റെ ആ പെട്ടിക്കകത്തിരുന്ന പൈസ അടുത്ത് നാളെന്ത് ചെയ്തു? അടുത്ത് നാളെന്ത് ചെയ്തു? എടുത്തോണ്ടെന്ന് അയാളങ്ങ് പകരം വെച്ച്. ഇതാണെന്ന് അനേക വീടുകളിൽ അപ്പനെ അമ്മയോടും മക്കൾ ചെയ്യുന്ന ക്രൂരത. ഇത് ഈ കുരുടൻ്റെ ആ പെട്ടിക്കകത്തുനിന്ന് എങ്ങനെയാണോ തട്ടിയെടുത്തത് അതുപോലെയാണ് അനേക വീടുകളിൽ ഇന്ന് അപ്പനെ അമ്മയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. തലമുറകളെല്ലാം ഉണർന്നോളണം, ദൈവത്തിൻ്റെ മുമ്പിൽ വീണോളണം, പാപം ചെയ്യാതിരിക്കാൻ ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചോളണം. അപ്പോൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിന് വളരെ ഉദ്ദേശങ്ങളുണ്ട്, വളരെ പദ്ധതികളുണ്ട്, വളരെ ആഗ്രഹങ്ങളുണ്ട്, വളരെ താല്പര്യങ്ങളുണ്ട്. തെസ്സലോനിക്ക സഭയിലെ വിശേഷതകൾ ചോദിച്ചാൽ, ഒന്ന്, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്ത് വിശ്വാസം? സ്തോത്രം. സകലത്തെ ജയിച്ച ഒരു നാഥനാണ് എൻ്റെ കർത്താവെന്നും ആ ജയിച്ച ജയാളിയാകുന്ന യേശു ക്രിസ്തുവിൽ കൂടെയാണ് എനിക്ക് പാപമോചനമെന്നും രക്ഷയെന്നും നിത്യതയെന്നും ആ യേശു പാപമില്ലാതെ ഇവിടെ ജീവിച്ചതുപോലെ യേശുവിൽ വിശ്വസിക്കുന്ന, ദാഹിക്കുന്ന, ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ കർത്താവ് നിറയ്ക്കുമെന്നും ആ പാപത്തെ ജയിച്ച് മുന്നോട്ട് പോകാൻ ദൈവം അതത് സമയത്ത് താണിരുന്നു കൊടുത്താൽ കൃപ തരുമെന്നുള്ളൊരു വിശ്വാസം തെസ്സലോനിക്ക സഭയ്ക്കുണ്ടായിരുന്നു. വായിച്ചേ 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 8-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിന്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കെദോന്യയിലും അഖായിലും മാത്രമല്ല എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് അപ്പോ വിശ്വാസം പ്രസിദ്ധമായി. പ്രതികൂലം വന്നു വീണില്ല, പ്രശ്നം വന്നു വീണില്ല, പ്രതിസന്ധി വന്നു വീണില്ല, തീച്ചൂള വന്നു വീണില്ല. പഴയ നിയമം നോക്ക്, പുതിയ നിയമം നോക്ക്, ഒരുപാട് വേലക്കാരുടെ നടുവിൽ പ്രശ്നവും പ്രതിസന്ധി വന്നു. ഇപ്പം തീരുമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ ഭക്തന്മാർ അവയുടെ നടുവിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. സ്തോത്രം. പുതിയ നിയമത്തിനകത്ത് നോക്ക്, ലേഖനങ്ങൾക്കകത്ത് നോക്ക്, അപ്പോസ്തലന്മാരെ നോക്ക്, പഴയ നിയമ വിശുദ്ധന്മാരെ നോക്കാം നമുക്ക്. അവരുടെ ജീവിതത്തിനകത്ത് പ്രതികൂലം വന്നപ്പോൾ ഞാൻ പറയാം, അവരുടെ വിശ്വാസം വർദ്ധിച്ചതേ ഉള്ളൂ. ആത്മാവിൽ അവർ നിറഞ്ഞു. പ്രതികൂലം കണ്ട് പേടിച്ചില്ല, പ്രശ്നം കണ്ട് പേടിച്ചില്ല. ഇല്ല, ഈ പ്രതികൂലത്തിലും എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, ഈ ദൈവം എന്നെ കരുതുമെന്നവർ വിശ്വസിച്ചു. ഈ പ്രശ്നം കണ്ട് പേടിച്ചില്ല, ഈ പ്രതിസന്ധി കണ്ട് പേടിച്ചില്ല. അവിടെയും ദൈവത്തെ മുറുകെ പിടിച്ചിട്ട് അവർ ഇപ്രകാരം ഉറപ്പിച്ചു, എന്നെ കാണുന്ന, എന്നെ അറിയുന്ന, എന്നെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ തീച്ചൂളിലൂടെ പോകുന്നത് ദൈവത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ എതേ കർത്താവേ, അവയുടെ നടുവിൽ ഞാൻ തളർന്നു പോകത്തില്ല, ഞാൻ വീണു പോകത്തില്ല, അപ്പനായി ഞാൻ ജീവിക്കും. ഹല്ലേലൂയ. ഞാൻ ഇറങ്ങിയത് തന്നെ, ഞാൻ മുട്ടുമടക്കി തന്നെ, ഞാൻ മുട്ടുമടക്കി വീണിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെ നടത്താൻ വിശ്വസ്തനാണ്. ഈ പ്രശ്നം മാറിയാലും ഈ പ്രശ്നം മാറിയില്ലെങ്കിലും ഞാൻ യേശുവിൻ്റെ പൈതൽ. ഇന്നിനകത്ത് എത്ര പേർക്ക് പറയാൻ പറ്റും? ഹല്ലേലൂയ. തെസ്സലോനിക്ക സഭ വചനം കേട്ട് കർത്താവിൻ്റെ അടുക്ക് വന്നവരാണ്. ഈ സഭ വരാൻ കാരണം അവിടെ അപ്പോസ്തലന്മാർ പോയപ്പോൾ ഇവർ വചനം കേട്ട് ദൈവഭാഗത്ത് ഒരു കൂട്ടം പേർ സഹോദരന്മാരും ഒരു കൂട്ടം യഹൂദന്മാരും ഒക്കെ ദൈവഭാഗത്ത് അതെടുത്ത് പ്രസംഗിക്കാൻ സമയം പോരാ, ഞാൻ എടുക്കുന്നില്ല അത്. ഹല്ലേലൂയ. മുട്ടുമടക്കി അവരെല്ലാം ദൈവത്തെ ആരാധിക്കാൻ അവർക്ക് ആഗ്രഹമായിരുന്നു. അങ്ങനെ ഉടലെടുത്ത ഒരു സഭയാണ് ആ സഭ. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, തെസ്സലോനിക്ക ലേഖനം വായിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോഴും അതിനകത്ത് വ്യക്തമായിട്ടുണ്ട് കാര്യങ്ങൾ. ഹല്ലേലൂയ. അങ്ങനെ ഉടലെടുത്ത ഒരു സഭയാണ് ഈ തെസ്സലോനിക്ക സഭ. ആ സഭയ്ക്കകത്തുള്ള വിശ്വാസികൾ, ഒന്ന്, അവർ വിശ്വാസത്തിൽ അടി ഉറച്ച് ജീവിച്ചു. പ്രതികൂലം ഉണ്ടായി, പ്രശ്നം ഉണ്ടായി, പ്രതിസന്ധി ഉണ്ടായി, തീച്ചൂള ഉണ്ടായി, കഷ്ടപ്പാടുകളുടെ നടുവിലൂടെ ചില സമയത്ത് പോകേണ്ടി വന്നു. അവർ പറഞ്ഞു, ഇല്ല, ഞാൻ മാറിപ്പോകത്തില്ല. കാരണം എൻ്റെ യേശു എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യം വരെ എൻ്റെ യേശു എന്നെ നടത്തുവാൻ, എന്നെ പരിപാലിക്കുവാൻ, എന്നെ സഹായിക്കുവാൻ, എന്നെ കരുതുവാൻ, എന്നെ അണയ്ക്കുവാൻ, എന്നെ താങ്ങുവാൻ ഈ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് സ്തോത്രം. എൻ്റെ ദൈവത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും അവരുടെ ജീവിതത്തിലൂടെ വന്നില്ല. ഒന്ന്, അവരുടെ വിശ്വാസം വർദ്ധിച്ചു. അവർക്ക് പ്രശ്നമില്ലയോ? ഉണ്ട്. പ്രതിസന്ധി ഇല്ലയോ? ഉണ്ട്. നിങ്ങളിവിടെ ഇരിക്കുന്നു, ഇതിനകത്ത് പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ സഹോദരങ്ങളെ? നിങ്ങൾ വിചാരിക്കും കുറുകി ഞരങ്ങിയൊക്കെ പാടിയപ്പോൾ സിസ്റ്റർ അവിടെ നിന്ന് കുറുകി ഞരങ്ങി കുറുമ്പ്രാവിൻ്റെ പാട്ടൊക്കെ പാടി, സ്വത്രം മൈക്കിലൂടെ പ്രസംഗിക്കുന്നുണ്ട്, അടുത്ത് കൺവെൻഷനിൽ പ്രസംഗിക്കുന്നുണ്ട്, അടുത്തത് വെള്ളിയാഴ്ച നോക്കുമ്പോൾ പ്രസംഗിക്കുന്നുണ്ട്, അതാ സൂമിൽ നോക്കുമ്പോൾ അവിടെ കയറി ഇരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. സ്വത്രം ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല, ഒരു പ്രതിസന്ധിയില്ല. അത് എത്ര എന്തോന്നുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഭാരങ്ങളും സ്തോത്രം ഞരക്കങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കൃപയാൽ ചില മക്കളെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് കൃപയിൽ ആശ്രയിക്കുന്ന മക്കൾ, സ്തോത്രം, കൃപയിൽ ആശ്രയിക്കുന്ന മക്കൾ, കൃപയിൽ ആശ്രയിക്കുന്ന മക്കൾ, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന മക്കൾ ഏത് തീച്ചുകളുടെ നടുവിലും പറയും, ഇല്ല ഇല്ല. ഇതിനകത്ത് ഓരോരുത്തരും ചോദിച്ചാൽ പറയും, എൻ്റെ വീടിനകത്ത് ഇന്നതാണ് വിഷയം, എൻ്റെ വീടിനകത്ത് എന്ന വിഷയം. നിങ്ങൾ പറയും, എനിക്ക് മാത്രമാണ് പ്രശ്നം, എനിക്ക് മാത്രമാണ്
മാത്രമാണ് ഭാരം, വേറെ ഒരിടത്തും ഭാരമില്ല, വേറെ ഒരു കുടുംബത്തിൽ പ്രശ്നമില്ല. ഇല്ല, എല്ലാ വീട്ടിനകത്തും പ്രശ്നമുണ്ട്. അവിടെ ഒച്ചപ്പാട് വരാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല, അതിനകത്ത് യേശുണ്ട്. അവിടെ സ്വത്രം, അവിടെ വേറെ ഒന്നും കടമില്ലാത്തോണ്ടല്ല, കണ്ണീരില്ലാത്തോണ്ടല്ല, രോഗമില്ലാത്തോണ്ടല്ല, ഒറ്റപ്പെടലില്ലാത്തോണ്ടല്ല, ഞെരുക്കമില്ലാത്തോണ്ടല്ല, അവര് പ്രാർത്ഥിച്ചതെല്ലാം കിട്ടിയിട്ടല്ല അവിടെ ആനന്ദം വരുന്നത്. അവിടെ ആനന്ദം വരാൻ കാരണം അവരുടെ വീട്ടിനകത്ത് യേശുണ്ട്, അവരുടെ ഹൃദയത്തിനകത്ത് യേശുണ്ട്, അവർക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ എൻ്റെ യേശുവിനായി. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. അവർ അനേകരെ പോലെ കരഞ്ഞുകൊണ്ട് നടക്കുന്നില്ല, അനേകരെ പോലെ സങ്കടപ്പെട്ട് നടക്കുന്നില്ല. ആൾക്കാർ കാണുമ്പോൾ അയ്യോ ഞാൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നില്ല. കാരണം എന്താ? സങ്കടം ഇല്ലാത്തോണ്ടല്ല, വീട്ടിനകത്ത് പ്രശ്നം ഇല്ലാത്തോണ്ടല്ല, അവർക്ക് ക്ഷീണം ശരീരത്തിൽ ഇല്ലാത്തോണ്ടല്ല, പ്രയാസം ഇല്ലാത്തോണ്ടല്ല. പിന്നെയോ അവരുടെ നടുവിൽ അവർ ചിരിച്ചുകൊണ്ട് പോകുന്നതിന്റെ കാരണം എന്നറിയാമോ? അവരുടെ അകത്ത് ആമേൻ എപ്പോഴും സന്തോഷിക്കാൻ പറഞ്ഞ ലൂക്കോസ് 2:10 സർവ്വജനത്തിന് ഉണ്ടാകാനുള്ള മഹാ സന്തോഷമാകുന്ന യേശു അവരുടെ അകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ്. ഓ, നിങ്ങൾക്ക് എത്രയൊക്കെ വെളിപ്പെട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരുടെ കയ്യിലുള്ള പണത്തിന്റെ വലിപ്പം കൊണ്ടല്ല, ബാങ്കിൽ കിടക്കുന്ന അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയുടെ വലിപ്പം കൊണ്ടല്ല അവരുടെ ചിരി. ഹല്ലേലൂയ. അവരുടെ ശരീരത്തിലൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ടല്ല അവർ സന്തോഷിക്കുന്നത്, അവർ പ്രാർത്ഥിച്ച് എല്ലാം കിട്ടിയത് കൊണ്ടല്ല അവർ സന്തോഷിക്കുന്നത്, കടഭാരം ഇല്ലാത്തതുകൊണ്ടല്ല, അവർ വിചാരിച്ചതെല്ലാം നടന്നതുകൊണ്ടല്ല അവർ ചിരിക്കുന്നത്. പിന്നെയോ സർവ്വജനത്തിന് ഉണ്ടാകാനുള്ളൊരു മഹാ സന്തോഷമാകുന്ന യേശു അവരുടെ അകത്ത് ഉള്ളത് കൊണ്ടാണ് അവർക്ക് ആനന്ദം. മറ്റാര് വന്നാലും ഈ ആനന്ദം കിട്ടത്തില്ല. കരങ്ങളെ അടിച്ചൊന്ന് സ്തുതിച്ചേ. മറ്റാര് വന്നാലും ഓഹോ ഈ ആനന്ദം നിനക്ക് തരാൻ ഈ ലോകത്തിൽ ആര് വന്നാലും ഈ ആനന്ദം വരത്തില്ല. ഈ ലോകത്തിൽ ആര് വന്നാലും, ഈ ലോകത്തിൽ ആര് വന്നാലും പണം വന്നാൽ ആനന്ദം വരത്തില്ല. ഓ സ്തോത്രം. എല്ലാ പ്രശ്നം മാറിയാലും ആനന്ദം വരത്തില്ല. ജോലി കിട്ടിയാൽ ആനന്ദം വരത്തില്ല. ഫ്ലാറ്റ് കിട്ടിയാൽ ആനന്ദം വരത്തില്ല. ഈ ലോകത്തിലുള്ള ഒന്ന് കിട്ടിയാലും ആനന്ദം വരത്തില്ല. ഓ ജീസസ്, ആനന്ദം വരണമോ? ആനന്ദ പ്രഭു യേശു മാത്രം. ഓ ലൂക്കോസ് 2:10 പറഞ്ഞു സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാ സന്തോഷം കിട്ടുമ്പോഴല്ല, പിന്നെയോ സന്തോഷത്തിന്റെ നിറകുടമാകുന്ന യേശു എൻ്റെ അകത്ത് വരുമ്പോൾ കിട്ടുന്ന സന്തോഷം അതാർക്കും തരാൻ പറ്റുന്ന സന്തോഷമല്ല. ആ യേശു ഒരാളുടെ അകത്ത് വന്നാൽ പച്ചവെള്ളമാണ് കുടിച്ചോണ്ട് നടന്നാലും ആ വ്യക്തിയുടെ സന്തോഷം നദി പോലെ ആയിരിക്കും. കാരണം കിട്ടിയതിലല്ല, പ്രാപിച്ചതിലല്ല, വിചാരിച്ചതെല്ലാം നടന്നതിലുമല്ല. പിന്നെ അയാളുടെ സന്തോഷം സകല നാമത്തിന് മേലായ നാമമുള്ള സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന കർത്താവ് അയാളുടെ ഉള്ളിൽ വന്നതാണ് സന്തോഷം. ആ സന്തോഷമുള്ള പൈതൽ എപ്പോഴും വിശ്വാസം കാണും, വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രതികൂലങ്ങളുടെ നടുവിൽ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക, പ്രശ്നങ്ങളുടെ നടുവിൽ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. 1 തെസ്സലോനിക്ക സഭയുടെ വിശ്വാസം എല്ലാവർക്കും എല്ലാവർക്കും അത് പ്രസിദ്ധമായി. കാരണം എന്താ? പ്രസിദ്ധമാകാൻ കാരണം എന്താ? ഹല്ലേലൂയ. പ്രതികൂലം വന്നിട്ട് അവർ വീണില്ല, പ്രശ്നം വന്നിട്ടും വീണില്ല, പ്രതിസന്ധികൾ ഒരുപാട് വന്നു എന്നിട്ടും വീണില്ല. 1 എന്നോട് നിങ്ങളോട് പറയുന്ന മക്കളെ, ഓ സിയോൻ യാത്രക്കാരാണ് ഞാനും നിങ്ങളും, കർത്താവിൻ്റെ രാജ്യത്തിൽ പോകാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. നമ്മുടെ ഭവനം സ്വർഗമാണ്. അതിനുവേണ്ടി വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ആ സന്തോഷമാകുന്ന യേശു എൻ്റെ അകത്തിരിക്കുകയും ഏത് പ്രതികൂലത്തിലൂടെ പോകുമ്പോഴും അപ്പനോട് പറയണം, അപ്പ ഈ പ്രശ്നത്തിലൂടെ പോകാനാണ് എന്നെ കണ്ടതെങ്കിൽ ഓക്കെ കർത്താവേ, ഓക്കെ ഓക്കെ, പക്ഷേ എൻ്റെ അപ്പ അവിടുത്തെ കൃപ എൻ്റെ മേൽ തരണമേ, അവിടുത്തെ ശക്തി എൻ്റെ മേൽ തരണമേ, അവിടുത്തെ അഭിഷേകം എൻ്റെ മേൽ തരണമേ, അവിടുത്തെ വരം എൻ്റെ മേൽ തരണമേ. അപ്പ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ഓ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അപ്പ എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. തെസ്സലോനിക്ക സഭയെ കുറിച്ചൊന്ന് നോക്ക്. അവരുടെ വിശ്വാസം എല്ലായിടവും പ്രസിദ്ധമായി. ഹല്ലേലൂയ. എങ്ങനെ പ്രസിദ്ധമായി? അവർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് പ്രസിദ്ധമായത്. അല്ല, പ്രതികൂലം വന്നപ്പോൾ ഒരു കൂട്ടം വരച്ച് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ പ്രതികൂലം വന്നിട്ട് ഇങ്ങനെ ചിരിക്കാൻ കാരണം? അവർ പറഞ്ഞു, സന്തോഷത്തിൻ്റെ ഉടമസ്ഥൻ, ഓ സമാധാനത്തിൻ്റെ ഉടമസ്ഥൻ, ആനന്ദത്തിൻ്റെ ഉടമസ്ഥൻ എൻ്റെ അകത്തിരിക്കുക. എൻ്റെ അകത്ത് യേശു ഉണ്ടെങ്കിൽ യേശുവിലൂടെ എല്ലാം ഉണ്ട്. ഓ ഈ കട്ടം എന്നെ തകർക്കത്തില്ല, ഈ ബുദ്ധിമുട്ടിന് എന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ ഇവിടം വിട്ട് ആത്മാവിൻ്റെ ചിറകുകൊണ്ട് പറന്ന് ഒരു ദിവസം എൻ്റെ പ്രാണപ്രിയൻ്റെ അടുക്കൽ ചെന്നിരിക്കും. ഓ വിശ്വാസമുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, വിശ്വാസമുള്ളവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, വിശ്വാസമുള്ളവർക്ക് ഹല്ലേലൂയ എങ്ങനെയെങ്കിലും ഇരിക്കാൻ പറ്റത്തില്ല. വിശ്വാസമുള്ളവർ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും, വിശ്വാസമുള്ളവർക്ക് ഉറങ്ങാൻ കഴിയത്തില്ല, വിശ്വാസമുള്ളവർ വചനം ശ്രദ്ധിക്കും. ഹല്ലേലൂയ.
ഒന്ന്, അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. എന്തിലുള്ള വിശ്വാസം? ദൈവത്തിലുള്ള വിശ്വാസം. എന്നെ വിളിച്ചത് ആരെന്നുള്ള വിശ്വാസം. പ്രതികൂലം കണ്ടാലും പ്രശ്നം കണ്ടാലും പ്രതിസന്ധി കണ്ടാലും അവർ പറയും ഹല്ലേലൂയ. അതൊന്നും കാര്യമാക്കത്തില്ല. എവിടെ കിടക്കുന്നു? മർക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായം വായിച്ചേ. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 37-ാം വാക്യമാണോ? വായിച്ചേ. സ്തോത്രം. 5:37 വായിച്ചേ. സ്തോത്രം. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. സ്തോത്രം. യായിറോസിന്റെ മകള് മരിച്ചു എന്ന് ഒരു കൂട്ടർ വന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കില്ല. വായിച്ചേ. അവൻ സകലം നന്നായി ചെയ്തു. ചെകിടരെ അതല്ല, 36. യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. തെസ്സലോനിക്ക സഭയ്ക്ക് ഒരുപാട് പ്രശ്നം വന്നു. പക്ഷെ അതൊന്നും അവർ എന്ത് ചെയ്യില്ല? കാര്യം ആക്കിയില്ല. എന്തുകൊണ്ട് കാര്യമാക്കിയില്ല? 6:37 സ്തോത്രം. വായിച്ചേ. യേശു ആ വാക്ക് കാര്യമാക്കാതെ യേശു ആ വാക്ക് കാര്യമാക്കിയില്ല. അടുത്ത് 6:37 വായിച്ചേ. പത്രോസും യാക്കോബിന്റെ സഹോദരനായ 7:37 വായിച്ചേ. അവൻ സകലതും ഭംഗിയായി ചെയ്യുന്നു. എത്ര അധ്യായം? 5:37 വായിച്ചേ. അവൻ സകലവും നന്നായി ചെയ്തു. അവൻ സകലവും എന്തുകൊണ്ടാ ഇവർ വിശ്വാസം കുറയാത്തെ? അവർ സകലവും നന്നായി ചെയ്യുന്ന ദൈവമാണെന്ന് ആർക്കറിയാം? ഓ, തെസ്സലോനിക്ക സഭയ്ക്കറിയാം. ഇന്ന് ഈ അഡോണായി ചർച്ച അറിഞ്ഞിരിക്കണം. എന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ സകലവും ഭംഗിയായി ചെയ്യാൻ കഴിവുള്ള ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. ആ മഹാസന്തോഷം ഇപ്പം വെളിയിലല്ല. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ മഹാസന്തോഷമാകുന്ന ക്രിസ്തു എൻ്റെ അകത്താണ്. അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഓരോ സെക്കൻഡ് എന്ത് ചെയ്യണം? വർദ്ധിക്കണം. ഇന്ന് നിങ്ങളായിരിക്കും രക്ഷിക്കപ്പെടുന്നത്. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കണം. നാളെ നിങ്ങളുടെ ഭർത്താവ് രക്ഷിക്കപ്പെടും. മറ്റന്നാൾ നിങ്ങളുടെ മക്കൾ രക്ഷിക്കപ്പെടും. മരുമക്കൾ രക്ഷിക്കപ്പെടും. ചെറുമക്കൾ രക്ഷിക്കപ്പെടും. നിങ്ങളുടെ കുടുംബം കൂട്ടത്തോടെ വലിയ വിടുതൽ നടക്കും. കുടുംബത്തിനകത്ത് വലിയ മാറ്റം വരും. ഇന്നുള്ള ഈ പ്രതിസന്ധികളെല്ലാം യേശുവിൻ്റെ വരെ താമസമാണെങ്കിൽ അതെല്ലാം തകർന്നു പോകും. യേശു പക്ഷേ സകലതും ഭംഗിയായി ചെയ്യും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് വേണം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഒന്ന് ഈ സഭയുടെ പ്രത്യേകത, ഒന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. 2 വീണ്ടും വാക്യം വായിക്കുമ്പോൾ സ്തോത്രം 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും. 2ാമത്തെ കാര്യം, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. നോക്കിയേ എങ്ങനെയാണ് വചനം കൈക്കൊണ്ടത്? ഉറങ്ങിയാണോ? കരവ് നടിച്ചേ. ശക്തിയോടെ നടിച്ചേ. ഓ, ഹല്ലേലൂയ. ഒന്ന്, ഇവർക്ക് എന്തുണ്ടായിരുന്നു? വിശ്വാസം ഉണ്ടായിരുന്നു. 2, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും തെസ്സലോനിക്ക സഭ എങ്ങനെയായിരുന്നു? ആത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കേട്ടു. ഇന്ന് ഉറങ്ങിയല്ലേ നമ്മൾ കേൾക്കുന്നേ? ആ സഭ എങ്ങനെ കേട്ടെ? വായിച്ചേ വരി. കഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് ഒരുപാട് കഷ്ടമുണ്ടായിരുന്നു. കഷ്ടമെല്ലാം തീർന്നിട്ടല്ല അവർ സന്തോഷിച്ചത്. കഷ്ടപ്പാടുണ്ട്, പ്രതികൂലമുണ്ട്, പ്രതിസന്ധിയുണ്ട്. എങ്കിലും അപ്പൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാൻ ഇരിക്കുന്നത് ആരുടെ പാദപീഠം, ആരുടെ അടുക്കലാണ് ഞാൻ ഇരിക്കുന്നത്, ആരാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ആരുടെ ശബ്ദമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് തെസ്സലോനിക്ക സഭയ്ക്ക് നല്ലവണ്ണം അറിയാമായിരുന്നു. അവർക്ക് ബഹു നിശ്ചയമുണ്ടായിരുന്നു. ഞാൻ ആരുടെ ശബ്ദമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ആരുടെ വചനമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, ആ വചനത്തിൽ എങ്ങനെ ഇരിക്കണം. എങ്ങനെയാണ് വചനത്തിൽ ഇരിക്കേണ്ടത്? ഉറങ്ങിയാണോ ഇരിക്കേണ്ടത്? എങ്ങനെയാണ് വചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടത്? ഉറങ്ങിയാണ് ഇരിക്കേണ്ടത്. സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാണ് ഇരിക്കേണ്ടത്. പിന്നെ വായിച്ചേ. വരിക്കാത്തോണ്ട് ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ. എങ്ങനെ ഇരിക്കുന്നു പള്ളിക്കകത്ത്? ഇത് നമുക്കില്ലാത്ത ഇതാണ്. പക്ഷേ തെസ്സലോനിക്ക സഭയ്ക്ക് ഇതുണ്ടായിരുന്നു. സഭയ്ക്കകത്ത് അവരിയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോൾ എപ്പോഴും അവരുടെ സന്തോഷം പരിശുദ്ധ ആത്മാവിലുള്ള സന്തോഷം. ഇത് കേൾക്കും തോറും ആനന്ദം. ഓ, ഇതുവരെ കിട്ടാത്ത ആനന്ദം, ഇതുവരെ കിട്ടാത്ത സന്തോഷം, ഇതുവരെ കിട്ടാത്ത ഹല്ലേലൂയ. അതല്ലേ സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 4:7 വായിച്ച സങ്കീർത്തനം 4:7 സങ്കീർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യം വായിച്ചേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകി. ധാന്യം ഉണ്ടായപ്പോൾ ഉള്ള സന്തോഷമല്ല, സ്തോത്രം, വീഞ്ഞും ഉണ്ടായതിനേക്കാളും സന്തോഷം നീ എൻ്റെ ഹൃദയത്തിനകത്ത്. ഓ ആമേൻ. എത്രയൊക്കെ മനസ്സിലായി? ധാന്യം ഉണ്ടായിട്ടല്ല സന്തോഷം. പിന്നെ സ്തോത്രം, പ്രാർത്ഥിച്ചതെല്ലാം കിട്ടിയോണ്ടല്ല സന്തോഷം. ഓ, കടമെല്ലാം മാറി കഴിഞ്ഞതുകൊണ്ടല്ല സന്തോഷം. പ്രശ്നം ഇല്ലാത്തതുകൊണ്ടല്ല സന്തോഷം. പ്രതികൂലം ഇല്ലാത്തതുകൊണ്ടല്ല സന്തോഷം. പ്രതികൂലമെല്ലാം ഉണ്ട്, പ്രശ്നമെല്ലാം ഉണ്ട്. പക്ഷേ ധാന്യവും വീഞ്ഞും കിട്ടുന്നതിനേക്കാളും സന്തോഷം എൻ്റെ അപ്പൻ്റെ അടുക്കൽ ഇരിക്കുമ്പോഴുണ്ട്. എൻ്റെ അപ്പനിലുണ്ട്.
അകത്ത് അപ്പനാകുന്ന സന്തോഷം ഇരിക്കുന്ന വ്യക്തിക്കകത്തുണ്ട്. സ്തോത്രം. ഹബർക്കുക്കിന്റെ പുസ്തകം വായിക്കുമ്പോൾ വെള്ളിയാഴ്ച നമ്മൾ വായിച്ചതാണ്. ഹബർക്കുക്കിന്റെ പുസ്തകം അതിന്റെ 3-ാം അധ്യായം 17-ാം വാക്യം വായിക്കുമ്പോൾ 17 മുതൽ വായിക്കുമ്പോൾ അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല. എങ്കിലും കണ്ടോ, ഇതൊന്നുമില്ല. അത്തിവൃക്ഷം തളിർക്കുന്നില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോയി, നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തുകളിൽ നിന്ന് സ്തോത്രം നശിച്ചു പോയി, എല്ലാം തകർന്ന് തരിപ്പണമായി, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടായിരിക്കില്ല. എങ്കിലും ഞാൻ യഹോവയിൽ. എങ്കിലും എത്രയൊക്കെ മനസ്സിലായി? ചേർന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? എങ്കിലും കണ്ടോ, ഇതൊന്നുമല്ല എൻ്റെ സന്തോഷം ഇതൊന്നുമല്ല. സന്തോഷം യേശു ഉള്ളതാണ്. ആമേൻ. ഗോശാലയിൽ കന്നുകാലിൽ ഉള്ളതല്ല സന്തോഷം, അത്തിവൃക്ഷം തളിർത്തതല്ല സന്തോഷം, മുന്തിരിവെള്ള അനുഭവം വന്നതല്ല സന്തോഷം, ഒലിവ് മരത്തിന്റെ പ്രയത്നം കൊണ്ട് വന്നതല്ല സന്തോഷം, നിലങ്ങൾ ആഹാരം വിളയിച്ച് അതല്ല സന്തോഷം. നമ്മൾ പറയും, ഞാൻ പ്രതീക്ഷിച്ച പോലെ പൈസ ഒന്നും എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചൊന്നും ദൈവം പ്രതീക്ഷിച്ച് നടന്നൊന്നും ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും നോക്കുന്നു, ഞാൻ പ്രതീക്ഷിച്ച് നടന്നു. ഞാൻ ഒരിക്കലും ചിന്തിക്കത്തില്ല ദൈവം പ്രതീക്ഷിച്ച് എന്നിലൂടെ നടന്നു. എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തേ? ഞാൻ എന്നുള്ളത് പണ്ടത്തെ ഞാൻ, ഇന്നും ഞാൻ തന്നെയാണ്. ഞാൻ പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. പക്ഷേ ഞാനെന്നുള്ള ആൾ മരിച്ചിരുന്നെങ്കിൽ ചോദിക്കുമായിരുന്നപ്പാ, അങ്ങനിൽ നിന്ന് പ്രതീക്ഷിച്ചത് വല്ലതും കിട്ടിയോപ്പാ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, എല്ലാം പോട്ടെ, അത്തിവൃക്ഷം തളിർത്തില്ലെങ്കിലും ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം നോക്കിയല്ല ദൈവത്തെ ആരാധിക്കുന്നത്. ഒലിവ് മരത്തിന്റെ പ്രയത്നം കണ്ടിട്ട് നിഷ്ഫലമായി പോയത് കണ്ടിട്ടുമല്ല, നിലങ്ങളിൽ ആഹാരം വിളയുന്നില്ല എന്നിട്ടും, ആട്ടിൻ തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകുന്നു എന്നിട്ടും, ഗോശാലകൾ കന്നുകാലികൾ ഉണ്ടായിരിക്കയില്ല എന്നിട്ടും, എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഓ ഹല്ലേലൂയ. ഈ ദൈവം എനിക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും ഏതൊക്കെ ഉണ്ടെങ്കിലും, ഈ ദൈവം ഉണ്ടെങ്കിൽ, ഈ ദൈവത്തിനെ കുറിച്ചുള്ള ഒരു ഉറപ്പും വിശ്വാസം ഉണ്ടെങ്കിൽ, ആ സഭ വചനം കേട്ട് എങ്ങനെയാ കേട്ടെ? ആത്മാവിൻ്റെ ആനന്ദത്തോടെ. ഒന്ന് അവരുടെ വിശ്വാസം, അത്രയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഈ സഭയ്ക്ക്. 2, അവർ വചനം കേൾക്കുമ്പോൾ ഉറങ്ങിയല്ല, പിന്നെ കിണ്ടിയും നോക്കിയും തിരിഞ്ഞും പിരിഞ്ഞും സ്വത്രം ആരാ കോള് വിളിച്ചെന്ന് നോക്കിയൊന്നുമല്ല, പിന്നെ ഞാൻ ഇരിക്കുന്നത് എവിടെയെന്ന് അവർക്കറിയാം. അവര് ഒടിഞ്ഞതും ചതഞ്ഞതും ഉറങ്ങിയതും തൂങ്ങിയതും നശിച്ചതും കീറിയതും അല്ല കൊടുക്കുന്നത്, പിന്നെയോ പവിത്രമായത്. അവരൊരു സ്വത്രം പറഞ്ഞ വായിക്കൂടാ, ആ കൃപ ഇറങ്ങും. കാരണം എന്താ? രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഓരോ സെക്കൻഡും ആത്മാവിൽ വസിച്ചുകൊണ്ടിരിക്കുക. ആമേ. കളങ്കമില്ലാത്ത അതരങ്ങളിൽ നിന്നൊരു സ്തുതി, കളങ്കമില്ലാത്ത ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന നന്ദി പ്രകടനം, ആരാധന. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. വേദന ഇല്ലാത്തോണ്ടല്ല, സഭയ്ക്കകത്ത് ദുഃഖമില്ലാത്തോണ്ടല്ല, ആ ദൈവമക്കൾക്ക് ഭാരമില്ലാത്തോണ്ടല്ല, ആ മക്കൾക്ക് വേദനയും കണ്ണുനീരില്ലാത്തോണ്ടല്ല. കണ്ണുനീരുണ്ട്, വേദനയുണ്ട്, ഭാരമുണ്ട്. എന്നിട്ട് അവർ ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആത്മാവിൻ്റെ സന്തോഷത്തോടെയാണ് ഇരുന്നത്. 3 സ്തോത്രം. ഹല്ലേലൂയ. അവരെങ്ങനെ ഇരുന്നത്? ആത്മാവിൻ്റെ സന്തോഷത്തോടെ ഇരുന്നു. ഇല്ല, 2-ാമത്തെ കാര്യം 1 തെസ്സലോനിക്കർ 1-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ, വായിച്ചേ. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ശ്രദ്ധിച്ച് വായിച്ചേ. അങ്ങനെ നിങ്ങൾ മക്കദോനിയയിലും അഖായയിലും വിശ്വസിക്കുന്ന എല്ലാവർക്കും മാതൃകയായി തീർന്നു. എങ്ങനെ നമ്മളിലുണ്ടോ മാതൃക? നമ്മളിൽ മാതൃക ഉണ്ടോ? എന്നെ ശ്രദ്ധിക്കണം, ആൻസർ എന്നെ ശ്രദ്ധിക്കണം. നമ്മൾ മാതൃക ഉണ്ടോ? അവരെങ്ങനെയുള്ളവരാണെന്ന് അവരെ കണ്ടാൽ യേശുവിൻ്റെ സ്വഭാവങ്ങൾ കണ്ടു. എന്തോന്ന് കാര്യം? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യേശുവിനെ വെളിപ്പെടുത്താൻ കിട്ടുന്ന പ്ലാറ്റ്ഫോമുകളിൽ കർത്താവിൻ്റെ പൈതലായിട്ട് മാതൃകയില്ലെങ്കിൽ ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഓ ഹല്ലേലൂയ. ആർക്കാ പ്രസംഗിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും എല്ലാത്തിനും അറിഞ്ഞുകൂടാത്തത്? എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, എനിക്ക് നിങ്ങൾക്കൊരു മാതൃകയുണ്ടോ? ഞാൻ എൻ്റെ അപ്പച്ചനെ പോലെ, എൻ്റെ അപ്പൻ എൻ്റെ അകത്തുണ്ടെന്നും എന്നെ കാണുന്ന ഒരു 100 കണക്കിന് ആൾക്കാർ ഇതിനകത്ത് നമ്മുടെ പള്ളിക്കകത്ത് വരുന്ന ഓരോരുത്തരാരെ നോക്കും? പ്രസംഗിക്കുന്ന ഞാൻ.
നിങ്ങളിലൂടെ ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷയത്ത് ആരുമില്ല. സാനിയ മുതലുണ്ട്. സാനിയ കീബോർഡിൻ്റെ മെയിനാണ്. സാറ് പഠിപ്പിക്കുമെങ്കിൽ ബാക്കി കണക്കെല്ലാം അവളുടെ ഇല്ല. അവൾ മുതൽ അങ്ങോട്ട് അറ്റം വരെ എല്ലാവരും ഇതിനകത്തുള്ള ഭാഗങ്ങളാണ്. അപ്പം നമ്മളിലൂടെ പുറം ലോകം കാണുന്നത് ഏത് പ്ലാറ്റ്ഫോമിലും നമ്മളിലൂടെ ഉയർത്തുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, യേശുവിനെ കാണണമെങ്കിൽ നമ്മൾ അഭിനയിച്ചിട്ടൊന്നും കാര്യമില്ല. റിയലി യേശുവിൻ്റെ അടുത്ത് വരണം, അകത്തിറങ്ങണം. അകത്തിറങ്ങി ആരും ഉപദേശിക്കണ്ട. അകത്തിറങ്ങിയവനെ കണ്ട അറിയാം. അകത്തിറങ്ങിയ മകളെ കണ്ടാൽ അറിയാം. അവരെ പുറകെ ആരും പറയാൻ പോണ്ട. അവർക്ക് പാപത്തെ പാപമായി കാണാൻ അറിയാം, തെറ്റിനെ തെറ്റായി കാണാൻ അറിയാം, കുറവിനെ കുറവായി കാണാൻ അറിയാം, കുഴപ്പങ്ങളെ കുഴപ്പമായിട്ട് തന്നെ കാണാൻ അറിയാം. അവരൊരു രോഗം വരാൻ ആ സ്വത്രം ആഗ്രഹിക്കാത്തത് പോലെ അവരുടെ ജീവിതത്തിനകത്ത് ഒരു പാപവും വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതിനു വേണ്ടിയായിരിക്കും ഓട്ടം, അതിനു വേണ്ടിയായിരിക്കും കരച്ചിൽ, അതിനു വേണ്ടിയായിരിക്കും പ്രാർത്ഥന, അതിനു വേണ്ടിയായിരിക്കും നിലവിളി. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലേ, മാതൃകയുണ്ടോ നമുക്ക്? നമ്മൾ മാതൃകയാണ്. ഇതിനകത്ത് ഓരോരുത്തരും മാതൃകയാണ്. രക്ഷകർത്താക്കൾ മക്കൾക്ക് മാതൃകയാണ്. സ്വത്രം നിങ്ങൾക്കറിയാമോ? സ്വത്രം വേദപുസ്തകത്തിനകത്ത് നമുക്ക് ഒരുപാട് കൽപ്പനകൾ ദൈവം തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എത്ര കൽപ്പന കൊടുത്തിട്ടുണ്ട്? എല്ലാവരും ശ്രദ്ധിച്ചേ, കുഞ്ഞുങ്ങൾക്ക് എത്ര കൽപ്പനയുണ്ട്? ബൈബിളിൽ കുഞ്ഞുങ്ങൾക്ക് എത്ര കൽപ്പനയുണ്ട്? ഒറ്റ കൽപ്പന. എന്താ കൽപ്പന? നിങ്ങളുടെ അപ്പനെ അമ്മയെ അനുസരിക്കണം. മക്കളെ, നിങ്ങൾക്ക് ദീർഘായുസ് ഉണ്ടാകുവാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ നിങ്ങളുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അനുസരിക്കുക, അവരെ അംഗീകരിക്കുക. അപ്പോൾ കർത്താവ് കുഞ്ഞുങ്ങൾക്കുള്ള കൽപ്പന അത് കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, കുഞ്ഞുങ്ങൾക്ക് ഒറ്റ കൽപ്പനയേ ഉള്ളൂ. നിങ്ങൾ വായിച്ചത് എഫേസ്യരിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ മാതൃകകളായിരിക്കണം. നമുക്കൊരു മാതൃക വേണം. ഞാനൊരു ദൈവ പൈതലാണ്. സ്തോത്രം. മനുഷ്യരുടെ മുമ്പിൽ ഒരു മാതൃക വേണം. അടുത്ത് ദൈവത്തിൻ്റെ മുമ്പിൽ കുറ്റമറ്റ മനസാക്ഷി. എങ്ങനെ കുറ്റമറ്റ ഒരു മനസാക്ഷി. എന്നെ ഏത് രാത്രി നോക്കിയാലും ഏത് പകൽ നോക്കിയാലും ആൾക്കാരെ കാണിക്കാൻ വെള്ള വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കാൻ മാത്രമല്ല, ദൈവമേ ഞാൻ അപ്പനാപ്പാ എന്ന് പറയാനെങ്കിലും ഈ വായ കൊണ്ടെടുക്കാനെങ്കിലും എനിക്കൊരു യോഗ്യത ഉണ്ടോ അപ്പാ? ഞാൻ അശുദ്ധിയോടെയാണോ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്? യേശുവിനെ സങ്കടപ്പെടുത്തിക്കൊണ്ടാണോ നിൽക്കുന്നത് എന്നുള്ള ഒരു ഭയം എനിക്ക് എപ്പോഴും വേണം. ആ ഭയം എന്നെ ഭരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, നമ്മൾ മാതൃകകളാകണം. അനേകർ സ്തോത്രം ഇന്ന് മാതൃകയല്ല ആകുന്ന സഹോദരങ്ങളെ. അനേകർ മറ്റ് യേശുവിനെ കാണിച്ചു കൊടുക്കേണ്ട സ്ഥാനത്ത് ഇന്ന് അനേകർ മറ്റനേകരെ കാണിച്ചു കൊടുക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ടോ? ചില സ്ഥലങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ പല ആവശ്യങ്ങൾക്കും പല ഓഫീസുകളിൽ പോകാറുണ്ട്. പക്ഷെ ചില ഓഫീസുകളിൽ യേശുവിനെ കണ്ടുമുട്ടിയവരുടെ ഇരിക്കുന്ന സീറ്റിൻ്റെ അടുത്ത് ഒരു വേദപുസ്തകമെങ്കിലും അവർ വെച്ചിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കാണുന്നവരെല്ലാം ചിന്തിക്കുന്നത് എന്തോന്നാണ്? കാണിക്കാൻ വേണ്ടിയല്ല വെച്ചത് എങ്കിലും കാണുന്നവരെല്ലാം ചിന്തിക്കുന്നതാണ്, ഇവൻ അല്ലെങ്കിൽ ഇവളാരാ? ഒരു ദൈവാ? ഒരു ദൈവാ? അപ്പോൾ ആ സ്തോത്രം ആരോട് സുവിശേഷം പറഞ്ഞില്ല, ആരോട് ആ ഓഫീസിനകത്തുള്ള അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരോടോ മറ്റുള്ളവരോടോ അന്നവരോടോ ആരോടും ഒന്നും പറഞ്ഞില്ല. ഒരു ട്രാക്ടർ പോലും കൊടുത്തില്ല. പക്ഷേ വേദപുസ്തകം ഇരിക്കുന്ന കണ്ടു. എല്ലാവരും പെട്ടെന്ന് ഈ സത്യവേദ പുസ്തകം കാണുമ്പോൾ നോക്കൂലേ? ഹല്ലേലൂയ. ഇന്ന് എല്ലാവരും ഒളിക്കുന്നത് എന്തിനാണ്? വേദപുസ്തകമാണ്. നാണക്കേട് തോന്നും ചിലർക്കൊക്കെ. ഹല്ലേലൂയ. എന്നാൽ ചിലരങ്ങനെയല്ല. ഇതിനെ പരസ്യമായി അവരിരിക്കുന്നതിൻ്റെ അടുത്ത് വെച്ചിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് ചോദിക്കും, നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്ന ആളാണല്ലേ? ഹല്ലേലൂയ. നീ യേശുവിനെ ആരാധിക്കുന്ന ആളാണെന്ന് ഒരാൾ കണ്ടാൽ ചിലയിടത്ത് നമുക്ക് പ്രസംഗിക്കാൻ പറ്റത്തില്ല, ചിലയിടത്ത് വചനം പറയാൻ പറ്റത്തില്ല, ചിലയിടത്ത് ട്രാക്ടർ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം പക്ക സ്വത്രം മറ്റ് വിശ്വാസത്തിലുള്ളവരായിരിക്കാം, അവരെ എതിരായിട്ട് നിൽക്കുന്നവരായിരിക്കും. പക്ഷേ നിൻ്റെ അടുത്ത് വേദപുസ്തകം ഇരുന്ന് ആർക്കും നഷ്ടമല്ല. അവർ കണ്ടാൽ നിൻ്റെ അടുക്കൽ ആവശ്യക്കാരനാണെങ്കിൽ എൻ്റെ ദൈവം അയക്കും ചിലരെ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതം, എൻ്റെ സ്വഭാവം, എൻ്റെ നോട്ടം, എൻ്റെ ഏതെല്ലാം പ്ലാറ്റ്ഫോം എനിക്ക് ദൈവം തരുന്നുണ്ടോ അവിടെയെല്ലാം എന്നിലൂടെ മറ്റുള്ളവർ കാണുന്നത് ഒരു ദൈവത്തിൻ്റെ മകനെയും ഒരു ദൈവത്തിൻ്റെ മകളെയും ഒരു ദൈവത്തിൻ്റെ ശബ്ദവുമാണോ കാണുന്നത്? അതോ ഹല്ലേലൂയ വേറെ എന്തെങ്കിലും ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ചിന്തിച്ചു നോക്കിയേ, വേറെ എന്തെങ്കിലും ആണോ കാണുന്നത്? ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മനുഷ്യർക്ക് കാണുമ്പോൾ സങ്കടം വരുന്നെങ്കിൽ ദൈവത്തിന് എത്രമാത്രം സങ്കടം വരും നോക്കിയേ. അപ്പോൾ ഈ തെസ്സലോനിക്ക സഭയിലുള്ള വ്യക്തികൾ ഒന്ന് സ്തോത്രം എങ്ങനെയുള്ളവരായിരുന്നു? വിശ്വാസം പ്രസിദ്ധമായിരുന്നു. അവർ പ്രതികൂലം വന്നിട്ടും പ്രശ്നം വന്നിട്ടും വിശ്വാസം വിട്ടു പോയില്ല. രണ്ട്, അവർക്ക് എന്തുണ്ടായിരുന്നു? ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും അവരെങ്ങനെയായിരുന്നു? ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. മൂന്ന്,
അവരെങ്ങനെയായി പറ, ഇതെന്തിനാണ് നിർത്തി പറയുന്നത്? ഇത് എൻ്റെ അകത്ത് വരണം, നിങ്ങളുടെ അകത്ത് വരണം. 3, അവർ മാതൃകയായിരുന്നു. കൊരിന്ത്യർക്ക് ലേഖനത്തിനകത്ത് പറയുന്നു, നിങ്ങൾ സ്വത്രം എൻ്റെ ശുശ്രൂഷയിൽ ഉണ്ടാകപ്പെട്ട പാത്രങ്ങളല്ലയോ, നിങ്ങളല്ലയോ എൻ്റെ കിരീടം. ആമേ. എന്താ അതിൻ്റെ അർത്ഥം? എനിക്ക് പണ്ടൊന്നും പിടി കിട്ടൂല, അതെന്തോന്നാണ് കിരീടം. നിങ്ങളല്ലയോ എൻ്റെ കിരീടം. എനിക്കൊന്നും പിടി കിട്ടത്തില്ല. പക്ഷേ എനിക്ക് മനസ്സിലായി, പിന്നത്തെ കർത്താവ് മനസ്സിലാക്കി, മക്കളെ, നീ കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് ഓരോ വ്യക്തികളെ നേടുമ്പോൾ അവർ അന്ത്യം വരെയും കർത്താവിനായിട്ട് ഓടി ഒരു വിശ്വസ്ത മണവാട്ടിയായി സ്വർഗത്തിലെത്തുമ്പോൾ ആ വ്യക്തിയുടെ ഒരു പദവി നിനക്ക് അവിടെ അതാ കിരീടം. നിങ്ങൾ എൻ്റെ കിരീടങ്ങളാ. അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ കിരീടങ്ങളാ. കാരണം എന്താ? ആ അപ്പോസ്തലൻ ഓരോ വചനം പറയുമ്പോൾ ജനം പാപത്തെ വിട്ട്, ലോകമോഹങ്ങളെ വിട്ട്, ലോക ഇമ്പങ്ങളെ വിട്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി അന്ത്യം വരെ നോക്കി, അന്ത്യം വരെയും പ്രതികൂലം വന്നിട്ടും പ്രശ്നം വന്നിട്ടും മാറാതെ പോകുന്ന കാണുമ്പോൾ അപ്പോസ്തലൻ പറയും, ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിനെ വായിക്കുന്ന പത്രങ്ങളല്ലയോ. ആരെ വായിക്കുന്ന പത്രമാ? നോക്കിയ തെസ്സലോനിക്ക സഭ, അവരെ കാണുമ്പോൾ അവരെ യേശുവിനെ വായിച്ചുകൊണ്ടിരുന്നു. യേശുവിൻ്റെ നടപ്പ് പോലെ, യേശുവിൻ്റെ കൊടുക്കൽ പോലെ, യേശുവിൻ്റെ ഇടപെടൽ പോലെ, യേശുവിൻ്റെ സംസാരം പോലെ, യേശുവിൻ്റെ നോട്ടം പോലെ. ഇന്ന് അനേകർ വീണു പോകുന്നില്ലേ? ഞാൻ പറയട്ടെ, വീണു പോകരുത്, തളർന്നു പോകരുത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, തെസ്സലോനിക്ക സഭയെ ഒന്ന് തിരിഞ്ഞു നോക്കണം. അയ്യോ, ആ സഭ എത്ര വിശ്വാസമുള്ളവരായിരുന്നു. അവിടെ മാതൃക ഉണ്ടായിരുന്നു. വചനം സ്വീകരിച്ച് എങ്ങനെയാ? പരിശുദ്ധമായ സന്തോഷത്തോടെ, കരഞ്ഞോണ്ടല്ല, ദുഃഖത്തോടല്ല, ചതഞ്ഞല്ല, ഉറക്കം തൂങ്ങിയല്ല, പിന്നെ ജീവനോടെ. ജീവൻ നേരത്തെ കേട്ടു, ഹല്ലേലൂയ, ജീവനുള്ളതൊക്കെ ദൈവത്തെ സ്തുതിക്കട്ടെ. സങ്കീർത്തനത്തിലൂടെ നമ്മൾ കേട്ടു, ജീവനുള്ളതിന് മിണ്ടായിരിക്കാൻ പറ്റുമോ? ഇല്ല. എന്തോന്ന് ജീവൻ? അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. എവിടെ കിടക്കുന്നു? യോഹന്നാൻ 1-ാം അധ്യായം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അത് വെളിച്ചമായിരുന്നു, മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. ആ വെളിച്ചമാകുന്ന ജീവൻ യേശുവിൽ ഉണ്ടായിരുന്നു. കൂടെ നടന്ന ശിഷ്യന്മാരിലില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തില്ലായിരുന്നു. അവനിൽ ഈ ലോകത്തിലുള്ള ജനത്തിന് ഇല്ലാത്ത ഒന്ന് അവനിലുണ്ടായിരുന്നു. അതെന്തോന്നാ? ജീവനുള്ളവൻ എന്ത് ചെയ്യും? ഏത് ജീവൻ? ക്രിസ്തുവിൻ്റെ ജീവനുള്ളവന് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവൻ ആരാധിച്ചുകൊണ്ടിരിക്കും, അവൻ സ്തുതിച്ചുകൊണ്ടിരിക്കും, അവൻ ചലിച്ചുകൊണ്ടിരിക്കും, അവൻ ആത്മാവിൽ നിറഞ്ഞുകൊണ്ടിരിക്കും. ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. ഹല്ലേലൂയ. ആർക്കേ സ്തുതിക്കാൻ പറ്റൂ? ജീവനുള്ളവർക്ക് സ്തുതിക്കാൻ പറ്റൂ. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് അനേകം സ്തുതിക്കാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് അനേകർക്ക് തകരാൻ ബുദ്ധിമുട്ടാണ്, നമുക്ക് അനേകർക്ക് ഉടയാൻ ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ള എല്ലാ പാറകളോട് നിങ്ങൾ പോയി ചോദിക്കണം. നിങ്ങൾ ചെന്ന് കണ്ടുപിടിക്കണം. എല്ലാ പാറകളിലും പോകണം. എൻ്റെ ഏരിയ മൊത്തം പാറകൾ കൊണ്ട് നിറഞ്ഞ ഏരിയയാണ് എൻ്റെ ഏരിയ. ദൈവത്തിന് സ്തോത്രം. ഏത് പാറയിൽ പോയാലും നോക്കിയാലും പാറയിൽ ഇതുപോലത്തെ വിള്ളലുകളുണ്ട്, ഇതുപോലത്തെ പൊട്ടലുകളുണ്ട്. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ തറ? ഇതുപോലത്തെ പൊട്ടലുകൾ എല്ലാ പാറയിലും, എല്ലാ പാറയ്ക്കും പൊട്ടലുണ്ട്. ഏത് പാറ നോക്കിയാലും പൊട്ടലുണ്ട്. ഹല്ലേലൂയ. പാറയോട് ചോദിച്ചു നോക്കിയേ, എന്താ പാറ നീ ഇങ്ങനെ പൊട്ടിയിരിക്കുന്നു? ചോദിച്ചു നോക്കിയേ. ഹല്ലേലൂയ. എനിക്ക് പൊട്ടലില്ല, നിങ്ങൾക്ക് പൊട്ടലില്ല. എന്ത് പാപം പച്ചവെള്ളം പോലെ കുടിച്ചിട്ട് നമുക്ക് പൊട്ടലില്ല. എന്നാൽ ഞാൻ പറയാം, ഒരു പാറയോട് പോയി ചോദിച്ചേ, നീ എന്തുകൊണ്ടാ ഇങ്ങനെ പിളർന്നിരിക്കുന്നത്? നീ പിളർക്കാൻ എന്താ കാരണമെന്ന് പാറയോട് ചോദിച്ചാൽ പാറ അറിയണമോ നിങ്ങൾക്ക്? ഹല്ലേലൂയ. പാറ പറയും. ഹല്ലേലൂയ. സ്തോത്രം. പാറ പറയുന്ന ഒരു വരിയുണ്ട്, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തു ഒരു ദിവസം പിതാവായ ദൈവം പുത്രൻ്റെ മരണത്തിൽ കണ്ണടച്ചൊരു സമയമുണ്ട്. കണ്ണടച്ചപ്പോൾ പാറകളാകുന്ന ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ല. സൂര്യൻ കണ്ണടച്ചു, ചന്ദ്രൻ കണ്ണടച്ചു, അവിടെയുള്ള പ്രകാശം ഇരുണ്ടുപോയി. തീർന്നില്ല, പാറ പിളർന്നു. ഇന്ന് ഒറ്റ പാറയിൽ പിളർപ്പില്ലാത്ത പാറ ഉണ്ടോ? ഇല്ല. എന്താ? അവരോട് ചോദിച്ചു നോക്ക്. എന്നെ സൃഷ്ടിച്ച സർവശക്തൻ്റെ മരണത്തിൽ എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റുമോ? അവൻ്റെ മരണത്തിൽ എനിക്കിരിക്കാൻ പറ്റുമോ? എത്രയൊക്കെ മനസ്സിലായി? പാറകളോട് ചോദിച്ചാൽ പാറ കഥ പറയും. എന്നെ ഉണ്ടാക്കിയ, എന്നെ സൃഷ്ടിച്ച എൻ്റെ ദൈവത്തെ ഇതാ മരണത്തിനേൽപ്പിക്കുന്ന പിതാവ് തൻ്റെ പുത്രൻ്റെ മരണം കാണണ്ടെന്ന് മുഖമറയ്ക്കുമ്പോൾ, യേശുവിൻ്റെ മരണത്തിൽ പാറകളെല്ലാം പൊട്ടി. ജീസസ്. ഞാൻ ചോദിക്കട്ടെ, ഈ പാറ മുഴുവൻ ലോകത്തിൻ്റെ അങ്ങറ്റം ഇങ്ങറ്റുള്ള എല്ലാ പാറയും നിങ്ങൾ നോക്ക്, അതിൽ പൊട്ടലുണ്ട്, കീറലുണ്ട്. എന്തുകൊണ്ടാ? ഇതെന്നാ സംഭവിച്ചത്? അവരോട് ചോദിച്ചേ. നസ്രനാകുന്ന യേശുവിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല.
പാറകൾ വിളിച്ചു പറയും. വേദപുസ്തകത്തിൽ തെളിവുണ്ട്. ഹല്ലേലൂയ. പാറകൾ വിളിച്ചു പറയും, ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ? ഒരുവൻ തകരപ്പെടുന്നതാ. പിതാവ് കണ്ണുപൊത്തുന്നു. സൂര്യൻ നോയിക്കേ, ഇന്നൊരാൾ മരിച്ചാൽ കരിങ്കൊടി വെക്കൂല്ലേ? സ്വത്രം. ഒരു തുണി കീറി വെക്കൂല്ലേ? ആണോ? അല്ലേ? അത് ഞാൻ വെറുതെ പറയുകയാണോ? അല്ല. പക്ഷേ ആകാശം, ഭൂമി കരിമ്പടം ധരിച്ച ഒരു ദിവസമുണ്ട്. യേശുവിന്റെ മരണത്തിൽ അവൻ ആരും ഒരു ശീല കൊണ്ട് കെട്ടണ്ട. ആകാശത്തിന് ഇരിക്കാൻ പറ്റില്ല, നക്ഷത്രത്തിന് ഇരിക്കാൻ പറ്റില്ല. ആമേൻ. ഇതെല്ലാം അടഞ്ഞു. പാറകൾക്ക് ഇരിക്കാൻ പറ്റിയില്ല, കല്ലറകൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. എൻ്റെ അപ്പൻ്റെ മരണത്തിൽ ഇതിനൊന്നും ഇരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇരിക്കാൻ പറ്റുന്ന ഏക വർഗം യെശയ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 2, 3, 4 വാക്യം വായിച്ചേ ടക്കനെ. യെശയ്യാവിന്റെ പുസ്തകം 1:2-3-4 വാക്യം വായിച്ചേ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ആകാശമേ, നീ എൻ്റെ മരണത്തിൽ ചട്ടുശീല ചുറ്റി. നീ എൻ്റെ മരണത്തിൽ സ്വത്രം കറുപ്പ് ധരിച്ച് പ്രകാശം കൊടുക്കാതായി. ആകാശമേ നീ കേൾക്ക. അടുത്ത്, ഭൂമിയെ ചെവി തരിക. ഭൂമിയെ പിളർന്ന കീറിയ എൻ്റെ മരണത്തിൽ കീറപ്പെട്ട ഭൂമിയെ അവൻ പറയും, ഭൂമിയെ ചെവിതാ. എന്തുകൊണ്ടാ? ഞാൻ മക്കളെ പോറ്റി വളർത്തി. കണ്ടോ എങ്ങനെ വളർത്തി? പോറ്റി വളർത്തി. അടുത്ത, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? മത്സരിക്കുന്നു. അപ്പൻ്റെ മുമ്പിലാണ് മത്സരം. അടുത്ത വരി ഇവിടെ. കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. ഇസ്രായേലോ അറിയുന്നില്ല. എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ പാവമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ. നോയിക്കേ, യെശയ്യാ 5 പറയുന്നു, ഞാൻ എൻ്റെ പ്രിയതമന് കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. അവരതിനെ വേലി കെട്ടി, അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരവും പണിതു. ഒരു ചക്കുമിട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് കാത്തിരുന്നാറേ, കായ്ച്ചതോ മുന്തിരിങ്ങ അത്രേ. ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരായുള്ളവരെ, എനിക്ക് എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധിപ്പി. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി ഇതിൽ എന്ത് ചെയ്യാനുള്ളൂ? നീനകത്തിരിക്കുന്ന സഹോദര സഹോദരി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ അപ്പൻ ചെയ്തതുപോലെ ഇനി എന്ത് ചെയ്യാനുള്ളൂ? ഇല്ല. എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന് നട്ടിട്ടുണ്ട്, അതിന് വളമിട്ടിട്ടുണ്ട്, ചക്കിട്ടിട്ടുണ്ട്, അതിന് വേലി കെട്ടിയിട്ടുണ്ട്. ഈ വേലി പൊളിഞ്ഞതെങ്ങനെ? നമ്മൾ പാപം ചെയ്തപ്പോഴല്ലേ വേലി പൊളിഞ്ഞ്? ഇത് തകർന്നത് എങ്ങനെ? ഞാൻ നിങ്ങളും പാപത്തിന് അവസരം കൊടുത്തപ്പോഴല്ലേ തകർന്നത്? എന്തുകൊണ്ട് നമ്മൾ രോഗം വരാൻ നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കുന്നത് പോലെ പാപം വരാതിരിക്കാൻ എന്തുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് വില പിടിപ്പുള്ളതിനെ വിലയായി കാണാൻ കഴിയുന്നില്ല? ജീസസ്. ഹല്ലേലൂയ. തെസ്സലോനിക്ക സഭ എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഹല്ലേലൂയ. 1, അവരുടെ വിശ്വാസം പ്രസിദ്ധമായിരുന്നു. 2, അവർ മാതൃകയായിരുന്നു. ആമേൻ. മറ്റുള്ളവരെ നോക്കുമ്പോൾ എന്തുണ്ടായിരുന്നു? അവരിൽ യേശുവിനെ കണ്ടുകൊണ്ടിരുന്നു. ഓരോ സെക്കൻഡ് അവരിലൂടെ യേശുവിനെ കാണാമായിരുന്നു. അവരുടെ പ്രവൃത്തിയിൽ യേശുവിനെ കാണാമായിരുന്നു. അവരുടെ വസ്ത്രത്തിൽ യേശുവിനെ കാണാമായിരുന്നു. അവരുടെ ആരാധനയിൽ യേശുവിനെ കാണാമായിരുന്നു. അവരുടെ വീട്ടിനകത്ത് യേശുവിനെ കാണാമായിരുന്നു. അവരുടെ ദേശത്ത് യേശുവിനെ കാണാമായിരുന്നു. അവരുടെ മുറിക്കകത്ത് യേശുവിനെ കാണാമായിരുന്നു. അവർ ചന്തയിൽ മീൻ വാങ്ങാൻ പോയാൽ അവിടെ യേശുവിനെ കാണാമായിരുന്നു. അവർ കൂലിപ്പണിക്ക് പോകുമ്പോൾ അവിടെ യേശുവിനെ കാണാമായിരുന്നു. അവരുടെ വീട്ടിനകത്ത് മാത്രമല്ല, പുറത്ത് മാത്രമല്ല, അവർ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് യേശുവിനെ കാണാമായിരുന്നു. അവരുടെ ദേശത്ത് പട്ടണത്തിൽ അവരിലൂടെ യേശുവിനെ കാണാമായിരുന്നു. ഒരു സാധുവിന്റെ അടുക്കൽ ചെന്നാൽ അവരിലൂടെ അവിടെ യേശുവിനെ കാണാമായിരുന്നു. അല്ലെങ്കിൽ ഒരു കുരുടന്റെ അടുക്കൽ പോയാൽ അവിടെ ഈ യേശുവിനെ കാണാമായിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, വർഷകാലം കൊണ്ട് രക്ഷിക്കപ്പെട്ടെന്ന്, മാനസാന്തരപ്പെട്ടെന്ന് പറയുന്ന എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിനകത്തൂടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും എൻ്റെ യേശുവിനെ കാണാൻ, ഒരു സ്ഥലത്തെങ്കിലും ഒറ്റ സ്ഥലത്തിനെങ്കിലും യേശുവിനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഹല്ലേലൂയ. സ്വത്രം മാതൃകയായിരുന്നു. 3, സ്വത്രം എന്തൊന്നായിരുന്നു? പരിശുദ്ധന്മാരുടെ സന്തോഷത്തോടെ ബഹുനിശ്ചയത്തോടും കൂടെ വചനം കേട്ടു. അവർ നല്ല വേർപാട് പാലിച്ചവരാണ്. അവർ വേർപെടേണ്ടതിന് വേർപെട്ടു. പാപത്തോടൊരു വേർപാട്, ലോകത്തോടൊരു വേർപാട്, ഇരുട്ടുകളൊരു വേർപാട്. എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പൈതൽ വന്നാൽ ഈ ലോകത്തിലെ സ്വത്രം ആയിരുന്നു. അവർ ബഹുനിശ്ചയത്തോടെ തന്നെ ഇറങ്ങിയത്. ദൈവത്തിന് സ്വത്രം. യഹോവയാകുന്ന ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ വിടേണ്ട സകല പാരമ്പര്യത്തെ ഇടിച്ച് വേർപാടോടെ, ഞാൻ നിങ്ങൾ വിശേഷപ്പെട്ട ജാതിയാണ്,
സംഖ്യാപുസ്തകം 23:9 വായിക്കുമ്പോൾ നീ വേർപെട്ട ആളാണ്. 1 തെസ്സലോനിക്കർക്ക് ലേഖനം 1:9-10 വായിച്ചിട്ട് സംഖ്യാപുസ്തകം 23:9 എസ്തറിന്റെ പുസ്തകം 3:8 നമുക്ക് ശ്രദ്ധിക്കണം. വായിച്ചേ 1 തെസ്സലോനിക്കർ 1:9-10. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവർ മനുഷ്യരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്ന്. വിഗ്രഹങ്ങളെ, ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് എന്തല്ല എന്നിലൂടെ വരുന്നോ ഇതെല്ലാം എന്തോന്നാ? വിഗ്രഹങ്ങൾ. ഒന്നല്ല, കൊടുത്തിട്ടുണ്ട് അവിടെ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. വിഗ്രഹങ്ങൾ. അപ്പോൾ ദൈവത്തിന് ഹിതമല്ലാത്തത് ഒരുപാടുണ്ട് നമ്മളകത്ത്, ദൈവത്തെക്കാൾ അധികമായി. സ്തോത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ധ്യാനിച്ചു അല്ലേ? എന്നൊന്ന് ധ്യാനിച്ചേ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ആലയം പണിയാൻ തിരഞ്ഞെടുത്തത് എവിടെ? നമ്മൾ പറഞ്ഞു മോറിയ മലയിൽ. എന്തുകൊണ്ടാ ആ സ്ഥലം ആലയം പണിയാൻ തിരഞ്ഞെടുത്തത്? എന്താ ആലയം പണിയാൻ തിരഞ്ഞെടുക്കാൻ കാരണം? ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിനകത്ത് ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ ദൈവം പറഞ്ഞയച്ച സ്ഥലമാണ് ആ മോറിയ സ്ഥലം. അവിടെ എന്തോന്നാ നടന്നേ? വിലയുള്ളതിനെ ദൈവത്തിനർപ്പിച്ച ഇടമാണ്. നമുക്ക് വിലയുള്ളതിനെ കൊടുക്കുമോ? ഒരു ഭാഗം കൊടുക്കാൻ പറഞ്ഞ് നമ്മളെല്ലാവരും മിടുക്കരാണ്. ഒരു ഭാഗം കൊടുക്കാൻ നമുക്ക് ആർക്കും നഷ്ടമില്ല. മുഴുവനും കൊടുക്കാൻ പറഞ്ഞാലോ നമ്മൾ കരയും, നമ്മൾ തകരും, അപ്പം വീശും. കാരണം എന്താ? മുഴുവനും കൊടുക്കാൻ പറഞ്ഞതുകൊണ്ടാണ്. പക്ഷെ ഒരു ഭാഗം കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കൊടുക്കാം. മുഴുവനും കൊടുക്കാൻ പറഞ്ഞാലോ സ്വന്തം. എന്നാൽ ദൈവം അബ്രഹാമിനോട് മുഴുവനും കൊടുക്കാൻ ആഗ്രഹിച്ചു. അബ്രഹാം തനിക്കുള്ളതിനെ മുഴുവനും കൊണ്ടുവന്ന് തന്നെ കീറി ദൈവത്തെക്കാൾ അധികമായി താൻ സ്നേഹിച്ച എല്ലാത്തിനെയും അർപ്പിച്ച ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് എത്രയൊക്കെ മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സ്വർഗത്തിലെ ദൈവം ആരോട് പറഞ്ഞു? അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ പോയി എവിടെ പോകണം? മോറിയ മലയിൽ പോകണം. അവിടെ പോയി എനിക്ക് യാഗം തരണം. നിന്റെ മോനെ, നീ അല്പം കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മോനെ എനിക്ക് തരണം. നീ പോകണം. അയാൾ പോയി. വളരെ ദൂരമുണ്ടായിരുന്നു. ആ ദൂരത്തിൽ പോയി തൻ്റെ മോനെ കൊടുക്കാൻ താൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടു. തൻ്റെ മോനെ കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇതാ ദൂതൻ ഇറങ്ങി നോക്കുമ്പോൾ ഇവൻ്റെ കയ്യിൽ വാളെടുത്തു. വെട്ടിക്കൊല്ലുമായിരുന്നു, ഉറപ്പായിട്ട് കൊല്ലുമായിരുന്നു. അപ്പോൾ അവിടെ ദൈവം അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. വായിച്ചേ 22-ന്റെ ആദ്യം വായിച്ചേ ഉൽപ്പത്തി പുസ്തകം അതിന്റെ 22-ാം അധ്യായം വായിച്ചേ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ആ വാക്യം കണ്ടവരെന്ന് വായിച്ചേ. കത്തി എടുക്കുമ്പോൾ ദൂതൻ എടുത്തവരെന്ന് വായിച്ചേ. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനെ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന്. കണ്ടോ, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. മതി, അതാണ് എനിക്ക് വേണ്ടത്. നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ദൈവം അറിഞ്ഞ ഒരു സ്ഥലം. കണ്ടോ, കർത്താവിന് പ്രസാദമുള്ള ഒരു ആരാധന വെളിപ്പെട്ട സ്ഥലമാണ് ഇവിടെ. മോറിയ മല. തന്നെ തനിക്കേറ്റവും വിലയുള്ളതിനെ കൊടുത്ത സ്ഥലമാണ് ഇവിടെ. എന്തുകൊണ്ട് ആലയം പണിയാൻ അവിടെ സ്ഥലം തിരഞ്ഞെടുത്തത്? സമർപ്പിച്ച ഇടം, ഉടച്ച ഇടം, ദൈവത്തിന് പ്രസാദമായ ഇടം. മാത്രമല്ല ദാവീദിന് ദൈവം പ്രത്യക്ഷപ്പെട്ട ഇടം. ദാവീദിന് ദൈവം പ്രത്യക്ഷപ്പെട്ട എവിടെയാ? ഈ മോറിയ മലയിലാ. 2 സ്വത്രം അബ്രഹാം ഇസഹാക്കിനെ ദൈവം പറഞ്ഞത് കേട്ട് തന്നെക്കാൾ അധികമായി സ്നേഹിച്ചിരുന്ന മുഴുവനും കീറി കത്തിച്ച് പീസാക്കാൻ ദൈവം പറഞ്ഞപ്പോൾ അനുസരണയോടെ പോയ സ്ഥലം ആലയം പണിയാൻ ദൈവം തിരഞ്ഞെടുത്തു. 3 ഒന്നുകൂടെ ഞാൻ പറയാം. ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 3-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ വായിച്ചേ 3-ന്റെ-1 എന്തുകൊണ്ടാണ് അവിടെ ആലയം പണിയാൻ തിരഞ്ഞെടുത്തത്? വായിച്ചേ. അനന്തരം ശലോമോൻ യെരൂശലേമിൽ തന്റെ അപ്പനായ ദാവീദിന് യഹോവ പ്രത്യക്ഷനായ മോറിയ പർവ്വതത്തിൽ യെബൂസ്യനായ ഒർന്നാന്റെ കളത്തിങ്കൽ ദാവീദ് വട്ടം കൂട്ടിയിരുന്ന സ്ഥലത്ത് യഹോവയുടെ ആലയം പണിവാൻ തുടങ്ങി. തന്റെ വാഴ്ചയുടെ 4-ാം ആണ്ടിൽ 2-ാം മാസം 2-ാം തീയതിയായിരുന്നു. മതി. അപ്പോൾ നമുക്കത് മനസ്സിലായി. 1-ാമത്തെ ഭാഗം. 2-ാമത്തെ ഭാഗം 2 ശമൂവേലിന്റെ പുസ്തകം 24:1 വായിച്ചേ. 24:1 മുതൽ വായിച്ചേ.
2 ശമൂവേലിന്റെ പുസ്തകം 24-ാം അധ്യായം 1 മുതൽ. എന്തുകൊണ്ട് കോപം വീണ്ടും ഇസ്രായേലിന് നേരെ ജ്വലിച്ചു. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക. ഒരുപാട് ജനക്കൂട്ടം ദാവീദിന് ആയി, ഒരുപാട് ആൾക്കാരായി. ഒരു ദിവസം ദാവീദ് അങ്ങനെ ഇരിക്കുമ്പോൾ ദാവീദിന്റെ മനസ്സിലൊരു ചിന്ത, എനിക്ക് ജനത്തെ എണ്ണണം. സ്വത്രം, ജനത്തെ എണ്ണാൻ ഒരു ആഗ്രഹം തോന്നി. ഇനി ജനത്തെ എണ്ണുമ്പോൾ അതിനകത്ത് വേറൊരു പദ്ധതിയുണ്ട്. സ്വത്രം, എത്ര പേർക്കാണ് ഞാൻ അധികാരി, ഞാൻ എത്ര പേർക്കാണ് നേതാവ്? ശ്രദ്ധിക്കുന്നുണ്ടോ? ദൈവത്തിന് ഇത് ഇഷ്ടമില്ല. നേതാവ് ഒരാളെ ഉള്ളൂ. ആരാ? ദാവീദേ, നീ രാജാവായിരിക്കാം, പക്ഷെ നിന്റെ തലയ്ക്ക് മുകളിൽ ഒരുവൻ നിന്നെ വിളിച്ച നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? ദാവീദേ, നീ ഇത്ര പെട്ടെന്ന് എണ്ണാറായോ? സ്വത്രം, വായിച്ച ടക്കനെ വായിച്ചു പോയേ. നീ ചെന്ന് ഇസ്രായേലിനെയും യഹൂദയെയും എണ്ണുക. ഇങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. കണ്ടോ, വിരോധമായി തോന്നിച്ചു. എണ്ണുക തോന്നിച്ചു. അടുത്തവരി. അങ്ങനെ രാജാവ് തന്റെ സേനാധിപതിയായ യോവാബിനോട് ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേൽ ഗോത്രങ്ങളിലൊക്കെയും നിങ്ങൾ സഞ്ചരിച്ച് ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിപ്പീൻ എന്ന് കൽപ്പിച്ചു. അറിയിക്കാൻ പറഞ്ഞു. അടുത്ത് അതിന് യോവാബ് രാജാവിനോട് യജമാനൻ രാജാവിന്റെ കാലത്ത് തന്നെ, യോവാബിന് ദൈവം വെളിപ്പാട് കൊടുത്തു. രാജാവിന്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനായ രാജാവ് ഈ കാര്യത്തിന് താല്പര്യപ്പെടുന്നത് എന്തിനാണ്? യജമാനനെ, രാജാവേ, ഇതിന് താല്പര്യപ്പെടേണ്ട രാജാവേ, എന്തിനാണ് താല്പര്യപ്പെടുന്നത്? കാരണം എന്താ? നിന്റെ മുകളിൽ ഒരുവൻ അത്യുന്നതൻ, നിന്റെ മുകളിലുണ്ട്. നീ ഇവിടുത്തെ രാജാവാ. നിന്നെ രാജാവാക്കിയവർ, രാജാവ് മുകളിലുണ്ട്. അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അന്ത്യം വരെ നടത്താൻ വിശ്വസ്തനാണ്. നീ മനുഷ്യന് നേതാവാണെന്നുള്ളൊരു തോന്നൽ നിന്റെ അകത്ത് ഒരിക്കലും വരല്ല. ഞാൻ എന്തോ ആണ്, എനിക്ക് എൻ്റെ കീഴിൽ ഇത്ര ആളുകളുണ്ട്, ഇത്ര പേരെ ഭരിക്കുന്ന ഒരു നേതൃത്വത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ള ഞാനെന്നുള്ള അഹങ്കാരം. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? കുറച്ച് ആൾക്കാർ തൻ്റെ മുൻപിലുണ്ടെങ്കിൽ ഞാൻ എന്തോ ആണ്, ലീഡർ എന്തോ ആണ്, തന്നെ ഉയർത്തുന്ന ഒരു അനുഭവം കണ്ടിട്ടില്ലേ? ദൈവത്തിന് അത് ഇഷ്ടമല്ല. ദാവീദിന് എണ്ണി നോക്കാൻ തോന്നി. യോവാബ് പറഞ്ഞു, വേണ്ട യജമാനനെ, വേണ്ട. ആലോചന കൊടുത്തു, വേണ്ട. നിന്നെ ദൈവം വിളിച്ചപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിട്ടില്ലേ ഇത്ര മടങ്ങ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്തിനാ നീ ദൈവത്തെ അവിശ്വസിക്കുന്നത്? അവിശ്വാസം വന്നു. വായിച്ചടുത്തവരി. എങ്കിലും യോവാബും പടനായകന്മാരും രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അങ്ങനെ യോവാബും എത്ര ആളുണ്ടെന്നറിയണം. 2 കാര്യമാണ് ഇതിൽ മെയിൻ. 1, എത്ര ആളുണ്ടെന്ന് അറിയണം. 2, ഇതിനകത്ത് എത്ര പട്ടാള ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് ആർക്കറിയണം? ദാവീദിനറിയണം. ഇത് രണ്ടും അന്നത്തെ സ്ഥിതിയിൽ പേരും വിലയും നിലയും. എനിക്ക് ഇത്ര ആളുണ്ട്, നമുക്ക് ഒരുപാട് ഭാഗത്തുണ്ട്. ഇത്ര പട്ടാളം ഇറങ്ങി, ഇത്ര ആളുണ്ട്, ഇത്ര ആയുധമുണ്ട്, ഇത്ര രഥമുണ്ട്, ഇത്ര സൈന്യബലമുണ്ട്. നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്വത്രം. ദാവീദ് അങ്ങനെ ഇരുന്നപ്പോൾ ദാവീദിൻ്റെ ചിന്ത, എന്ത് ചിന്ത? ജനത്തെ എണ്ണണം. ദൈവം പറഞ്ഞെന്തോന്നാ? ഇത്ര മടങ്ങാക്കി മോനെ ഞാൻ വർദ്ധിപ്പിക്കും. പക്ഷെ ദാവീദിന് ആ സമയത്ത് വിശ്വാസം പോയി. ആ ടക്കനെ അയാളുടെ വിശ്വാസം മാറിയിട്ട് അയാൾക്ക് തോന്നി എണ്ണണം. എണ്ണുക മാത്രമല്ല, പിന്നെ എന്ത് തോന്നി? എത്ര പട്ടാളം ഉണ്ട് എന്നറിയണം. കാരണം എല്ലാവരുടെ മുമ്പിൽ എനിക്ക് ഇത്ര പട്ടാളം ഉണ്ടടാ എന്നുള്ള ഒരു ചിന്ത. 2 കാര്യം ദാവീദിന് വന്നു. ദൈവത്തിൻ്റെ കോപം ഇറങ്ങി. താഴോട്ട് വായിക്കുമ്പോൾ അതിനകത്ത് സ്വത്രം ദൈവത്തിൻ്റെ കോപം ഇറങ്ങി 3 പ്രശ്നം അവിടെ വന്നു. ദാവീദ് ഒറ്റ കാര്യം ചെയ്തപ്പോൾ ടക്കനെ വായിച്ചു പോയിക്കോ. അങ്ങനെ യോവാബും പടനായകന്മാർ ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ രാജസേനയിൽ പുറപ്പെട്ടു. യോർദാൻ കടന്ന് ഗാദ് താഴ്വരയുടെ മധ്യയുള്ള പട്ടണത്തിന് വലത്തുവശത്ത് അരോവേരിലും യാസീറിന് നേരെയും കൂടാരം അടിച്ചു. പിന്നെ അവർ ഗിലെയാദിലും തക്തിയിലും ഗോദേശത്തു ചെന്ന് പിന്നെ അവർ 12 മുതൽ വായിച്ചേ. 12, 24, 12 മുതൽ. എന്തെന്നാൽ നീ ചെന്ന് ദാവീദിനോട് ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു. ദൈവത്തിന്റെ കോപം ഇറങ്ങി. എന്തിന്റെ കോപം ഇറങ്ങിയ? 1, ദൈവത്തിനുള്ള വിശ്വാസത്തിന്റെ കുറവ് ദാവീദിന് വന്നു. 2, ദൈവം സ്വത്രം പറഞ്ഞ വാക്ക് വിശ്വസിക്കാതെ എത്ര പട്ടാളം ഉണ്ടെന്നുള്ള ചിന്ത അയാളുടെ അകത്ത് വന്നു. ഇത് രണ്ടും ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. ദൈവത്തിന്റെ കോപം ഇറങ്ങി. 3 കാര്യം ദാവീദ് ഒറ്റ പാപം ചെയ്തപ്പോൾ 3 കാര്യം വന്നു. ഏതൊക്കെ കാര്യം? വായിച്ചേ. 24 മുതൽ
12 മുതൽ 24 12 മുതൽ നീ ചെന്ന് ദാവീദിനോട് ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, അതിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്നീ പ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്തെ 7 സംവത്സരത്തെ. ഒന്നാമത്തെ പ്രശ്നം 3 കാര്യം വെക്കും, എന്തെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുത്തോ. 1 7 വർഷം ക്ഷാമം ഉണ്ടാകുകയോ, 7 വർഷം നിന്റെ ദേശത്ത് ക്ഷാമം തട്ടുമെന്ന് ചോദിച്ചു. അടുത്ത വരി, അല്ലെങ്കിൽ 3 മാസം, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. നീ 3 മാസം ഓട്ടത്തോട് നിന്റെ പുറകെ നിന്നെ കുത്തിക്കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ വരുന്നത് മതിയോ? അടുത്ത്, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തു വേണം? 3 കാര്യം ഇട്ട്. ഏതൊക്കെ 3 കാര്യം മറക്കരുത്, ഞാൻ അടുത്തടി ചോദിക്കും. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ. ദാവീദ് പാപം ചെയ്തപ്പോൾ ഒറ്റ പാപം കൊണ്ട് എന്തെല്ലാം ശിക്ഷയാണ് ദൈവം ഇട്ടത്? 3 കാര്യം. എന്തൊക്കെയാ പറ? 3 കാര്യം. 1 7 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രു പുറകെ വരും, അല്ലെങ്കിൽ എത്ര ദിവസം? 3 ദിവസം മഹാമാരി. ഇത് അടുത്ത ആഴ്ച ചോദിക്കും കുഞ്ഞുങ്ങളോട്. സ്തോത്രം. ഇത് 3 ദൈവം അങ്ങോട്ട് ഇട്ടുകൊടുത്തു. ദാവീദ് കരഞ്ഞിട്ട് പറഞ്ഞു, ഇത് 3 വേണ്ട, ഞാൻ ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നതാണ്. അപ്പാ ഞാൻ കാരണം ആൾക്കാർക്കൊന്നും വരല്ലേ. തൊട്ട് ചക്കനെ വായിച്ചു പോയിക്കോ. എന്നെ അയച്ചതിനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട് 16 വായിച്ചേ. 24-16. എന്നാൽ ദൈവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈ നീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെ കുറിച്ച് അനുതപിച്ചു. തൊട്ട് മുമ്പ് 2 വാക്യം കൂടെ വായിച്ചേ. ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു, നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. അവന്റെ കരുണ വലിയതല്ലോ. അവന്റെ കരുണ നമ്മൾ മനുഷ്യന്റെ കയ്യിൽ വീഴുന്ന പോക്കാണ്. പിന്നെ ആരെ കയ്യിൽ വീഴണം? എന്നാ വീഴാൻ നമുക്ക് ഇഷ്ടവും. നമ്മൾ മനുഷ്യൻ്റെ കയ്യിൽ വീഴല്ലേ, എങ്കിൽ ഇവിടെയും കിട്ടി, നരകത്തിൽ പോകും. ദൈവത്തിൻ്റെ കയ്യിൽ വീണാലോ, ദൈവം പണിത് ഒരു മുത്താക്കി കർത്താവിൻ്റെ രാജ്യത്തിൽ ഒത്ത പദവി തന്ന് കർത്താവിൻ്റെ രാജ്യത്തിൽ കൊണ്ടുപോകും. ഇവിടെ എന്തെങ്കിലും ഞെരുക്കം വന്നാലും സാരമില്ല, എവിടെ കാണാം. അല്ലെങ്കിൽ ഇവിടെ ശത്രുവിൻ്റെ കയ്യിൽ പന്ത് തട്ടി ഒന്നുമല്ലാത്തവരായി പോകും. ദാവീദ് അലറിക്കരഞ്ഞു പറഞ്ഞു, കർത്താവേ ഞാനല്ലേ പാപം ചെയ്തത്, അതുകൊണ്ട് സ്വത്രം ഇവർക്കൊന്നും വരുത്തരുതേ. അടുത്ത വരി, അവന്റെ കരുണ വലിയതല്ലോ, അവന്റെ കരുണ വലുതല്ലോ, മനുഷ്യന്റെ കയ്യിൽ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർശേബ വരെ. നോക്കിയേ, ദാൻ മുതൽ ബേർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എത്ര പേര്? ഒരു പാവത്തിൽ എത്ര പേര്? പറ. ഒരു പാവത്തിൽ. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? കരവൊന്നടിച്ചേ, നിർത്താൻ സമയമായി. കരവൊന്നടിച്ചേ. അയാളും പറയുന്നുണ്ട്. നമ്മളാണെങ്കിൽ ആ നേതാവിൻ്റെ സ്ഥാനത്തെങ്കിൽ എങ്ങനെ മറയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കാം. ഒരു പാപത്തിൽ എത്ര പേര്? 70,000 പേര്. ഒന്നുകൂടെ വായിച്ചേ. ദാൻ മുതൽ ബേർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. 70,000 പേര് ഒരു ദാവീദ് ഒറ്റ പാപം ചെയ്തപ്പോൾ എത്ര പേര്? 70,000 പേര് നഷ്ടപ്പെട്ടു. അവസാനം അവിടെ തകർന്ന് തരിപ്പണമായി അലറി വിളിച്ചു. ഗാദ് എന്ന പ്രവാചകനെ അവിടെ അയക്കുകയാണ്. 24-18. 2 ശമൂവേൽ 24-18. കണ്ടോ? സോറി, ആ വാക്ക് വിട്ടുപോയി. മറ്റേലാണ് ദിനവൃത്താന്തം. ഇതല്ല, ഇതൊന്നുകൂടെ വായിച്ചേ. ഇത് ഇപ്പൊ വായിച്ചത്. അവനോട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അടുത്ത് ഗാദ് പറഞ്ഞതുപോലെ ദാവീദ് അവിടേക്ക് പോയി. ചോദിച്ചതിനെ ദാവീദ് ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം എത്ര പേര് മരിച്ചു? 70,000 വിട്ടുമാറുവാൻ തക്കവണ്ണം പണിയേണ്ടതിന് ഈ കളത്തിലാണ് യാഗം അർപ്പിക്കേണ്ടത്. ഏത് കളത്തിൽ? ഈ കളത്തിൽ. യഹോവ ആലയം പണിയാൻ തിരഞ്ഞെടുത്ത സ്ഥലത്തിൻ്റെ വിശേഷത: 1, ദൈവം ഇറങ്ങിയ സ്ഥലം. 2, ഞാൻ അടുത്ത ആഴ്ച ബാക്കി പറയും. 2,
പ്രധാനപ്പെട്ട കാര്യങ്ങളായോണ്ടാണ് പറയുന്നത്. 2 ഇസഹാക്കിനെ അബ്രഹാമിന് ഏറ്റവും വലുതായതിനെ ദൈവത്തിന് വിട്ടുകൊടുത്ത തകർക്കാൻ വിട്ടുകൊടുത്ത സ്ഥലം, ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലം. 3 ബാധ വന്നപ്പോൾ തിരഞ്ഞെടുത്ത സ്ഥലം, അവിടെ യാഗം അർപ്പിച്ച സ്ഥലമാണ് യഹോവ ആലയം പണിയാൻ തിരഞ്ഞെടുത്തത്. ശാലിനി എന്ന പുതിയ നിയമസഭ ആലയം യേശുവിരിക്കാൻ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ എന്നിൽ എന്തെല്ലാം പദവി വേണം? ഞാൻ എന്തായിരിക്കണം? ഞാൻ ഉടഞ്ഞ ആളായിരിക്കണം, ഞാൻ തകരുന്ന ആളായിരിക്കണം, ഞാൻ വീഴുന്ന ആളായിരിക്കണം. ഞാൻ വിലപ്പെട്ട ആളാണ് ദൈവത്തിന്. കർത്താവ് മരിച്ചാണ് എന്നെ നേടിയത്. പാപമുള്ളവൻ്റെ അകത്ത് യേശു ഇരിക്കത്തില്ല, അശുദ്ധിയുള്ളവൻ്റെ അടുക്കൽ യേശു ഇരിക്കത്തില്ല. സ്തോത്രം. നേരത്തെ 2 വാക്യം വായിക്കാൻ പറഞ്ഞത് അടുത്ത ആഴ്ചയും വായിക്കും. ഇതാ തനിച്ച് പാർക്കുന്നൊരു ജനം, ഹല്ലേലൂയ, ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. അവർ വേർപെട്ട ജനമത്രേ. അവരുടെ ആരാധന വേറെ, അവരുടെ പ്രമാണം വേറെ. അതൊക്കെ അടുത്ത ആഴ്ച വായിക്കും. നമുക്ക് കേട്ട വചനം ധ്യാനിക്കാൻ എഴുന്നേൽക്കാം. തെസ്സലോനിക്ക സഭ 1 മാതൃകയുള്ളവരായിരുന്നു. 2 ദൈവവചനം കേൾക്കുമ്പോൾ പരിശുദ്ധി ആത്മാവിന് സന്തോഷത്തോടെ കേട്ടു. 3 അവരുടെ വിശ്വാസം പ്രസിദ്ധമായി. 4 അവർ വേർപെട്ടവരായിരുന്നു. യേശു കർത്താവ് ഇന്ന് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സഹോദര സഹോദരി, ഞാൻ എന്ന ആളിനെ ക്രിസ്തു വസിക്കാൻ തിരഞ്ഞെടുക്കണമെങ്കിൽ തകരപ്പെടുന്ന ഒരാളായി മാറണം. എന്നിലുള്ള എന്നെ മരിപ്പിക്കാൻ, എന്നെ മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കാൻ, തകർത്തു കൊടുക്കാൻ, തരിപ്പണമാക്കി കൊടുക്കാൻ അബ്രഹാമിന് വിലയുള്ളതിനെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുത്തു. ഒരു യാഗവസ്തുവായി എന്നെ വിട്ടുകൊടുക്കാൻ, ദൈവത്തിൻ്റെ പ്രസാദം വരാൻ ഒരു യാഗവസ്തുവായി വിട്ടുകൊടുക്കാൻ. കർത്താവേ, രോഗം വരാതെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പലതും നോക്കാറുണ്ട്. പക്ഷേ യേശുപ്പ, പാപം വരാതെ ഞാനൊന്നും ചികിത്സിക്കാറില്ല. ഇന്നിതാ വരുന്നു കർത്താവ്, ഇരുകരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അപ്പനോടൊന്ന് പറഞ്ഞേ, യേശുവേ ഇതാ ഞാൻ അടുത്ത് വരുന്നു പറഞ്ഞേ. ആലയം പണിയാൻ ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം എങ്ങനെയുള്ളത്? 1 ദൈവം ദാവീദിന് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. 2 അബ്രഹാമിന് വിലയുള്ളതിനെ നുറുക്കിയ സ്ഥലം. ദൈവം ഇറങ്ങി അഡ്രസ് ചെയ്ത, ഭയപ്പെടുന്നുവെന്ന് അഡ്രസ് ചെയ്ത സ്ഥലം. 3 ബാധ മാറാൻ ചെലവ് കൊടുത്ത് യാഗമർപ്പിച്ച സ്ഥലം. ആ യാഗം അടുത്ത ആഴ്ച ദൈവം അനുവദിച്ചാൽ വിലയുള്ള യാഗം, വില കൊടുത്ത യാഗം. 3ാമത്തെ ഭാഗം ഞാൻ വായിച്ചതേ ഉള്ളൂ, പറഞ്ഞില്ല. വില കൊടുത്ത യാഗം ഇന്ന് ഇതിനകത്ത് ദേഹം, ദേഹി, ആത്മാവ്, മനസ്സാക്ഷിയെ എൻ്റെ അപ്പൻ്റെ മുമ്പിൽ ഒന്ന് വിട്ടുകൊടുക്കാൻ. എൻ്റെ കർത്താവേ, കർത്താവിൻ്റെ വരവിൽ ആത്മാവും ദേഹവും ദേഹിയും അനന്യമായി വെളിപ്പെടുവാൻ. ഇതാ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇന്ന് സമർപ്പിക്കുന്ന ഒരു ആരാധന, അസുഖത്തിന് വരാതെ നമ്മൾ എത്ര സൂക്ഷിക്കുമോ അതുപോലെ പാപം വരാതിരിക്കാൻ കർത്താവേ എന്നെ തന്നെ സൂക്ഷിക്കും. അപ്പൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ? അതിന് പരിശുദ്ധന്മാവ് കൂടിയേ തീരൂ. ആത്മാവിന്റെ ശക്തിയില്ലാതെ ജയിക്കാൻ പറ്റത്തില്ല. കർത്താവിനോട് പറഞ്ഞ, കർത്താവേ ഇന്ന് കേട്ട വചനം എൻ്റെ ഹൃദയത്തിനകത്ത് ഇറങ്ങട്ടെ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പൈതലെ, നീ വ്യത്യസ്തമായ ഭാരത്തോടായിരിക്കാൻ വന്നത്. എല്ലാത്തിനും മറുപടി തരാൻ യേശു കർത്താവ് അടുത്ത് നിൽപ്പുണ്ട്.